നമസ്കാരം. ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വയനാടൻ വർത്തമാനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ടാഴ്ചക്കിടെ വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും ഇതേ തുടർന്ന് പ്രതിഷേധം അലയടിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ 3 മന്ത്രിമാരും ഒപ്പം തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയും ഗവർണറും രാഹുൽ ഗാന്ധി MP ഉൾപ്പെടെയുള്ളവരും വയനാട് സന്ദർശിച്ചത്. ഇവരുടെ സന്ദർശനത്തിന് ശേഷം വയനാടിൻ്റെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളുണ്ടാകുമോ? ഒപ്പം തന്നെ ഇവർ പ്രഖ്യാപിച്ച പദ്ധതികൾ എപ്പോൾ യാഥാർത്ഥ്യമാകും? ഇക്കാര്യമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് AV ജയൻ, അദ്ദേഹം കർഷക സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. ഒപ്പം തന്നെ KL പൗലോസ്, അദ്ദേഹം KPCC എക്സിക്യൂട്ടീവ് അംഗം. ത്രിദീപ് കുമാർ, അദ്ദേഹം BJP മണ്ഡലം വൈസ് പ്രസിഡന്റാണ്. PM ജോർജ്, അദ്ദേഹം ഫാർമേഴ്സ് റിലീഫ് ഫോറത്തിൻ്റെ ജില്ലാ ചെയർമാനാണ്. കൂടെ സിജേഷ് ഇല്ലിക്കൽ, അദ്ദേഹം സേവ് പുൽപ്പള്ളിയുടെ ഭാരവാഹി. ജേക്കബ് ബത്തേരി, അദ്ദേഹം ഓൾ കേരള കത്തോലിക് കോൺഗ്രസ് നിർവാഹക സമിതി അംഗം. ഇവരാണ് ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ AV ജയൻ, നമുക്കറിയാം വയനാട്ടിലെ ഒരു അവസ്ഥയെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം വരെ വന്യമൃഗ ആക്രമണങ്ങളിൽ ഒരു പോത്ത് കൊല്ലപ്പെടുകയും തുടർന്നുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് നടവയലിൽ. അതിന് മുൻപത്തെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ പുൽപ്പള്ളി സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായി വിവരിക്കേണ്ട ഒരു ആവശ്യം കൂടിയില്ല. ഈ ഒരു സംഭവത്തിന് ശേഷം വയനാട്ടിലേക്ക് ഒരു മന്ത്രിപ്പട തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും 3 മന്ത്രിമാരെത്തി, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെത്തി, ഗവർണറെത്തി, അതിനുശേഷം രാഹുൽ ഗാന്ധി MP ഉൾപ്പെടെയുള്ളവരെത്തി. ഇപ്പോൾ പ്രധാനമായും വയനാടൻ ജനത ഉറ്റുനോക്കുന്നത് ഇവരുടെ സന്ദർശനത്തിന് ശേഷം എന്ത് മാറ്റമാണ് വയനാട്ടിൽ വരാൻ പോകുന്നത് എന്നാണ്. എന്താണ് ഇതേക്കുറിച്ച് LDF പ്രതിനിധിക്ക് പറയാനുള്ളത്? വയനാട്ടിൽ സമീപകാലത്തുണ്ടായ സംഭവവാസങ്ങളെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 3 ആളുകൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നമ്മളൊരു 980 മുതൽ ഇങ്ങോട്ടുള്ള വയനാടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏതാണ്ട് 154 ആളുകൾ വയനാട്ടിൽ 980 മുതൽ ഇങ്ങോട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 650-ലധികം ആളുകൾ വന്യമൃഗ ആക്രമണത്തിൻ്റെ ഭാഗമായി പരിക്ക് പറ്റി വയനാട് ജില്ലയിലുണ്ട്. 95ഓളം വാഹനങ്ങൾക്ക് ഈ വന്യമൃഗങ്ങൾ ആക്രമണം കൊണ്ട് പ്രയാസമുണ്ടായിട്ടുണ്ട്. 250-ലധികം വീടുകൾ തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിരവധി നാളുകളായി, 80 മുതലുള്ളൊരു ഡാറ്റയാണ് ഞാൻ പറഞ്ഞത്, നിരവധി പതിറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടിൽ ഈ വന്യമൃഗ ആക്രമണം. സാധാരണഗതിയിൽ ആളുകൾ പറയുന്നത് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഏകപക്ഷീയമായി മൃഗങ്ങളുടെ ആക്രമണം വന്നതുകൊണ്ട് മനുഷ്യൻ വന്യജീവി സംഘർഷം എന്ന പ്രയോഗം തന്നെ തെറ്റാണ് എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ വയനാടിൻ്റെ അനുഭവം വെച്ച് കർഷക സംഘത്തിന് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ മന്ത്രിമാരുടെ സന്ദർശനം ഉൾപ്പെടെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ വന്നു. 3 സംസ്ഥാന മന്ത്രിസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 3 മന്ത്രിമാർ ഉൾപ്പെടെ വന്നു. മന്ത്രിമാർ വരുന്നതിന് തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വയനാട് ജില്ലയിലെ 3 MLAമാരും എൻ്റെ പഞ്ചായത്തായ പൂതാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെ തിരുവനന്തപുരത്ത് യോഗം വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിൽ വയനാടിൻ്റെ MLAമാർ ഉൾപ്പെടെ മുൻപോട്ട് വെച്ചിട്ടുള്ള 27 നിർദ്ദേശങ്ങളിൽ 15 നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അതിൽ ഒന്നാണ് വയനാട്ടിൽ പ്രത്യേകമായ ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ വയനാടിൻ്റെ ഒരു നോഡൽ ഓഫീസർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ നിയമിക്കണമെന്ന കാര്യം ഉൾപ്പെടെ ചുമതലയേറ്റിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ ചുമതലയേറ്റുകൊണ്ട് വയനാട്ടിൽ ഓഫീസ് ഈ നോർത്ത് വയനാട് DFOൻ്റെ ഓഫീസ് അദ്ദേഹത്തിൻ്റെ ഓഫീസായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ കാണിക്കുന്നത് വയനാട്ടിലെ ഈ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തെ സംസ്ഥാന ഗവൺമെൻറ് വളരെ ഗൗരവപൂർവ്വം സമീപിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഇനിയും എടുത്ത കുറേയധികം കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ഷോർട്ട് ടൈം ആയിട്ടും ലോങ് ടൈം ആയിട്ടുമുള്ള പദ്ധതിയിലൂടെ മാത്രമേ ഇതൊരു പരിധിവരെ പരിഹരിക്കുന്നതിന് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുമെന്ന് നമുക്ക് ആ അർത്ഥത്തിൽ നമുക്ക് ആലോചിക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് ഒരു ലോങ് ടൈം പദ്ധതി എന്നുള്ള നിലക്കാണ് ആലോചിക്കേണ്ടത്. ഇതിലെ കൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ട ഈ നഷ്ടപരിഹാരം എത്ര കൊടുത്താലും അതൊരു കുടുംബത്തിന് വന്ന നഷ്ടത്തിന് പരിഹാരമാവില്ല എന്ന് നമുക്കറിയാം. എന്നാൽ പോലും 11 ലക്ഷം രൂപ വീതം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി മന്ത്രിസഭയുടെ പരിഗണനയിലാണ്. 13 കോടി രൂപ ഇതിന് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. താമസിയാതെ അതുകൂടി കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആശ്രിത നിയമനം സംബന്ധിച്ച് ക്യാബിനറ്റ് ഗൗരവതരമായ ആലോചനകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായും LDFൻ്റെ ഭാഗത്ത് ഉള്ള ഒരു കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത്. ശ്രീ KLP,
നമുക്കറിയാം MP ഉൾപ്പെടെ സന്ദർശിച്ചിരുന്നു. MP-യുടെ സന്ദർശനത്തോടെ നമുക്കറിയാം ഈ വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ ഇക്കാര്യം ശക്തമായി ഉന്നയിക്കുകയും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് കൂടെയുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു മന്ത്രിമാരുടെയും ഒപ്പം തന്നെ MP-യുടെയും ഒക്കെ സന്ദർശനത്തെ കോൺഗ്രസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 1972 ഉണ്ടായൊരു നിയമമാണ് ഇപ്പോഴത്തെ വനം വന്യജീവി നിയമമെന്ന് പറയുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ ആ നിയമം ഒരുപക്ഷെ ന്യായമായി എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും ഈ 50-52 വർഷത്തിന് ശേഷം ഇന്ന് ഓരോ വനത്തിൻ്റെയും ക്യാരിയിങ് കപ്പാസിറ്റിയേക്കാൾ 10 മടങ്ങ് മൃഗങ്ങൾ പെരുകുകയും വനങ്ങളിൽ അവയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയും അവ കൂട്ടത്തോടെ പുറത്തേക്ക് വരികയും ചെയ്യുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായി ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനാവശ്യം ഒന്ന്, അടിസ്ഥാനപരമായി ആ നിയമത്തിന് കാലാനുസൃതമായ ഭേദഗതി വേണം. പാർലമെൻറ്റിൽ ഈ വന്യമൃഗ ആക്രമണവുമായി 2 വട്ടം ശ്രീ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചിരുന്നു. MLA-മാർ, നമ്മുടെ ജില്ലയിലെ 3 MLA-മാരും നിയമസഭയിൽ ഈ വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. ഈ MP-യും MLA-മാരും സംസാരിക്കുക എന്നതിനപ്പുറം ഒരു സംസ്ഥാന സർക്കാർ മാത്രമല്ല, കഴിയുമെങ്കിൽ അതിലേറെ ഈ പ്രശ്നം നേരിടുന്ന സംസ്ഥാന സർക്കാരുകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ഈ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദം കേന്ദ്ര സർക്കാരിൽ അതിശക്തമായി കൊണ്ടുവന്ന് നിയമം പരിഷ്കരിക്കുകയാണ് വേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ ഒരു രാജ്യത്ത് വലിയ ജനാധിപത്യ മതേതരത്വ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി ഒരു ജാഥ നടത്തി വരികയായിരുന്നു. ഈ സംഭവം നമ്മുടെ 2-3 മരണങ്ങളുടെ സംഭവം ഉണ്ടായപ്പോൾ ആ ജാഥ നിർത്തിവെച്ച് അദ്ദേഹം ഇവിടെ വന്നു. ആ വീടുകളിലൊക്കെ പോയി അദ്ദേഹത്തിന് കഴിയുന്ന എല്ലാ ആശ്വാസ കാര്യങ്ങളും നടപടികളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാക്കത്ത് ഈ പറയുന്ന പോളിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ആ കുട്ടിയുടെ ആഗ്രഹിക്കുന്നതനുസരിച്ച് ആ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് എന്താവശ്യമുണ്ടെങ്കിലും അത് പൂർണ്ണമായി ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിട്ടുണ്ട്. ആ വീടിൻ്റെ പൂർണ്ണമായിട്ട് അത് നന്നാക്കി കൊടുക്കുന്നതിനുള്ള ചുമതല ഏറ്റിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബിനീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായി കർണാടകയുടെ റേഡിയോ കോളർ പിടിപ്പിച്ച ആനയാണ് ഇവിടെ വന്ന് ഈ സംഭവത്തിന് കാരണമായത് എന്നുള്ള കാര്യം അദ്ദേഹം അത് പഠിച്ചുകൊണ്ട് കർണാടക സർക്കാരിൽ ആ കാര്യം പറഞ്ഞു. 15 ലക്ഷം രൂപ ആ സർക്കാർ കൊടുക്കാമെന്ന് ഉത്തരവിട്ടു. പക്ഷേ അതുമായൊരു വിവാദമുണ്ടായി. ആ വിവാദമുണ്ടാകുന്നത് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാദത്തിലൂടെ ഒരു വിഷയം അല്ലെങ്കിൽ ആരുണ്ടാക്കിയാലും അത് ശരിയല്ല എന്നൊരു അഭിപ്രായം. അതുകൊണ്ട് KPCC ഒരു കാര്യം തീരുമാനിച്ചു, പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ 15 ലക്ഷം രൂപ രാഹുൽ ഗാന്ധി ഇടപെട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ 15 ലക്ഷം രൂപ KPCC ആ കുടുംബത്തിന് കൊടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി അതേപോലെ തന്നെ ഒരു ശരത്ത് എന്ന് പറയുന്ന കുട്ടി പരിക്കുപേറ്റ് അവർക്ക് കാര്യമായ ഒരു സഹായവും ഫോറസ്റ്റിൽ നിന്ന് കിട്ടിയില്ല. രാഹുൽ ഗാന്ധി അന്ന് വന്ന് കണ്ടപ്പോൾ തന്നെ 50,000 രൂപ അപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അത് കൊടുക്കുകയും ചെയ്തു. 10,000 രൂപ ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടി 40,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അതേപോലെ തന്നെ ലക്ഷ്മണൻ എന്ന് പറയുന്ന തോൽപ്പെട്ടിയിൽ ആ തോൽപ്പെട്ടിയിൽ ലക്ഷ്മണനാണ് ആദ്യം മരിച്ചത്. ആദ്യം മരിച്ച ലക്ഷ്മണന് യാതൊരു സഹായങ്ങളും കിട്ടിയിരുന്നില്ല. അന്ന് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ എത്തിയപ്പോൾ അവരുടെ ബന്ധുക്കൾ പോയി കണ്ടിരുന്നു. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് രാഹുൽ ഗാന്ധി ചർച്ച ചെയ്തു. അപ്പോൾ അവന് ആ മരിച്ചയാൾക്ക് രേഖകളില്ല എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ആ രേഖകൾ സംഘടിപ്പിച്ച് കൊടുക്കുമ്പോൾ അയാളുടെ സഹോദരി സോമിക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്നതിനാവശ്യമായ ധാരണയും ഉണ്ടാക്കി. ഓക്കെ, UDF-ൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാടോ കൂടെ തന്നെ മറ്റൊരു കാര്യം താങ്കൾ സൂചിപ്പിച്ചൊരു കാര്യം, ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട കാര്യം, ഈ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിൽ വന്നപ്പോൾ UDF ഉൾപ്പെടെ വിചാരിച്ചതായിരുന്നു ഈ ഒരു നിയമം ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷിച്ചിരുന്നോ? ഞങ്ങൾ അതിശക്തമായി ഈ ആവശ്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. MLA-മാരുണ്ടായിരുന്നു, അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, MP-യെ പ്രതിനിധീകരിച്ച് ഞാനുണ്ടായിരുന്നു. ഞങ്ങൾ ഈ വിഷയം നിയമ ഭേദഗതിക്ക് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണമെന്ന് അതിശക്തമായി വാദിച്ചു. അതേപോലെ തന്നെ വന്യമൃഗങ്ങൾ പെരുകുന്നതനുസരിച്ച് ഹണ്ടിങ് അടക്കം നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. പക്ഷേ അത് സംബന്ധിച്ച് ഹണ്ടിങ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും അതേ സമയത്ത് നിയമ ഭേദഗതിയെപ്പറ്റി അദ്ദേഹം ഒന്നും തന്നെ അഭിപ്രായം പറയാതെ പിരിയുകയാണ്. UDF-ൻ്റെ നിലപാട് വ്യക്തമാണ്. ശ്രീ പ്രദീപ് കുമാർ, പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് താങ്കളോട്. കാരണം LDF-ഉം അതുപോലെ UDF-ഉം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു.
കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ വയനാട് സന്ദർശനം ഏറെ പ്രതീക്ഷയോടുകൂടിയ ജനങ്ങൾ കണ്ടത്. ഇപ്പം ശ്രീ KLP സൂചിപ്പിച്ചതുപോലെ ഈ നിയമം ഭേദഗതി ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ഒപ്പം തന്നെ ഈ ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും അദ്ദേഹം അതിന് പറഞ്ഞൊരു കാര്യം എന്നുള്ളത്, നിലവിൽ CCFമാർക്ക് അത്തരത്തിൽ ഉത്തരവിടാനുള്ള അധികാരമുണ്ട്, അവർ അത് വിനിയോഗിച്ചാൽ മതി എന്നുള്ളൊരു കാര്യമായി നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്യേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം വയനാടിനെ സംബന്ധിച്ച് പുൽപ്പള്ളി ആയാലും മറ്റ് മാനന്തവാടി ആയാലും ഒരു ആനയോ അല്ലെങ്കിൽ എന്തെങ്കിലും കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ അത്തരത്തിലേക്ക് വരികയാണെങ്കിൽ അതിന് മയക്കുവെടി വെക്കാനുള്ള ഒരു കാലതാമസം നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചൊരു കാര്യം കൂടിയാണ്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെയാണ് താങ്കൾ ഈ ഒരു സംഭവത്തിന് ശേഷം വയനാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കളുടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സന്ദർശനത്തിന് ശേഷം ഈ വിഷയം പറയുന്ന സമയത്ത് KLP പറഞ്ഞതുപോലെ 1972 ഈ നിയമങ്ങളൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഏകദേശം 20ഓളം അതിലെ മാറ്റങ്ങൾ, 20ഓളം അമെൻമെൻറ്റുകൾ അതിൽ വരുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിൽ തന്നെ സെക്ഷൻ A എന്ന് പറയുന്ന വിഭാഗത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യർക്ക് അല്ലെങ്കിൽ അവരുടെ വിളകൾക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും അക്രമങ്ങൾ ഉണ്ടായാൽ, മനുഷ്യൻ്റെ ജീവന് ഹാനിയുണ്ടാകുന്ന തരത്തിൽ ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടാകുന്നത്, അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം കൊടുത്തുകൊണ്ട് ലെറ്റർ പോലും പുറത്തു വന്നിട്ടുണ്ട്. നമുക്കതൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അദ്ദേഹം ഭൂപേന്ദ്ര യാദവ് കൽപ്പറ്റ വന്ന് കളക്ടറേറ്റിൽ വന്ന് സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങൾക്കും മറ്റുള്ളവർക്കും നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, നിയമം മാറ്റി ഇനി ഒരു നിയമം പാർലമെൻറ്റിലേക്ക് വന്ന് അത് ബില്ലായി വരുന്ന കാലമെത്തിലെടുക്കും. അതിനു മുൻപ് തന്നെ ഉള്ള നിയമത്തെ കൃത്യമായി നടപ്പിലാക്കുക. ആ നടപ്പിലാക്കേണ്ട സംവിധാനം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്, സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്കാണ്. അത് നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ട് നിയമത്തെ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് എന്താ കാര്യമുള്ളത്? ഒരു മിനിറ്റ് ഈ മാനന്തവാടി സംഭവം, അജീഷിന്റെ സംഭവം നമ്മളൊക്കെ CCTVയിലൂടെ കണ്ട ഒരു കാര്യം കൂടിയാണ്. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും താങ്കൾ പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വീഴ്ചയാണോ ഇത്തരത്തിൽ വെടിവെക്കുന്നതിന് തടസ്സം എന്നുള്ളത് തന്നെയാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായും അത് തന്നെയാണ് ഞാൻ പറയുക. കാരണം ഒന്ന് നമ്മൾ പറയേണ്ട 200ഓളം കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ടാണ് ഈ ആനയ്ക്ക് വയനാട്ടിൽ എത്തിയിട്ടുള്ളത് എന്നൊക്കെ പറയേണ്ടായി. അങ്ങനെ ആന വന്നിട്ട് അന്ന് രാവിലെ വന്നിട്ട് അജീഷിൻ്റെ വീട്ടിലേക്ക് വരിക, അജീഷിനെ കൊല്ലുകയല്ല ഉണ്ടായിട്ടുള്ളത്. എത്രയോ ദിവസങ്ങളായി ആന വയനാട്ടിലുണ്ട്. അങ്ങനെ ആ വയനാട്ടിൽ വന്നിരുന്ന ആനയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് എന്താ പറയുക, ഒരു പ്രത്യേകതയുള്ള ആനയാണെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള കാര്യക്രമങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. അത് കർണാടകത്തിലെ ആനയായതുകൊണ്ട് കർണാടകത്തിൽ ഒന്ന് ചെയ്യട്ടെ എന്ന കരുതലല്ല അഭികാമ്യമായിട്ടുള്ളത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ആ ആന ഇവിടെ എത്തിയിട്ടുണ്ട്, അത് കലാപകാരിയാണ്, ആക്രമണകാരിയാണെന്ന് മനസ്സിലാക്കിയാൽ അതിനെ ഏത് തരത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്യണം എന്ന് ചിന്തിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കാണ് വേണ്ടത്. അത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഉദ്യോഗസ്ഥർ ഈ ഒരു കാര്യത്തിലേക്ക് നിൽക്കാത്തത്? എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇതിനു മുൻപ് തണ്ണീർക്കൊമ്പൻ്റെ വിഷയം നമുക്കറിയാം. ഇവിടെ നിന്നും കൊണ്ടുപോയിട്ട് കർണാടകയിൽ എത്തുന്നതിന് മുൻപ് ആന ചെരിഞ്ഞ വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു നടപടി എടുക്കാത്തതെന്നാണ് BJP പറയുന്നത്? നമുക്ക് ആ കാര്യത്തിൽ മനസ്സിലാവുന്നത്, ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായിട്ട് ഡേറ്റ് എൻ്റെ കയ്യിലില്ല എങ്കിൽ 2-3 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, കർണാടകയിൽ ഒരു ചെറിയ കൊച്ചു ഗ്രാമത്തിൽ ഇറങ്ങിയിട്ട് ഒരു ഫോറസ്റ്റ് ജീവനക്കാരെ ഒരു ആന കുത്തിക്കൊന്നപ്പോൾ അന്ന് തന്നെ അതിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഒരു ഗവൺമെൻറ്, ഒരു വകുപ്പും അവിടെയുണ്ട്. ഭാരതത്തിൻ്റെ നിയമം അനുസരിച്ച് 1972 നിയമം കർണാടകത്തിലും കേരളത്തിലും ജാർഖണ്ഡിലും ഉത്തരാഖണ്ഡിലും ഒക്കെ ഒരേ നിയമമാണ്. എന്തുകൊണ്ട് കർണാടകത്തിലെ ഞാൻ ആദ്യമേ അതിന്റെ ആമുഖത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ആ ഡേറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ ചാനലിന്റെ ലൈബ്രറിയിൽ നോക്കിക്കഴിഞ്ഞ് സെർച്ച് ചെയ്യാൽ ഞാൻ എന്ത് തന്നെ ആയാലും അത് സംഘടിപ്പിച്ച് ഞാൻ ജയായിട്ട് തരുന്നുണ്ടാവും. ഇന്ന് എൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അവിടെ അത് നടപ്പാക്കാൻ സാധിച്ചാൽ ആ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ നടപ്പാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാം. BJPയുടെ നിലപാട് വ്യക്തമാണ്. ശ്രീ PM ജോർജ്, എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ BJP പ്രതിനിധി പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പൂർണ്ണ പരാജയമാണ് ഇത്തരത്തിൽ മരണം വയനാട്ടിൽ ആവർത്തിക്കാൻ ഇടയാക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ശ്രീ വിജയൻ അതിന് മറുപടി പറയും. അതിനു മുൻപായി എന്താണ് കർഷകരുടെ അവസ്ഥ? നമുക്കറിയാം ഈ വാഗേരി ഉൾപ്പെടെ വയനാടിൻ്റെ പല ഭാഗങ്ങളിലും എസ്റ്റേറ്റുകളിൽ കാപ്പി പോലും പറിക്കാൻ പറ്റാത്ത അവസ്ഥ. 2 ദിവസം മുൻപാണ് നമ്മൾ കണ്ടത് ചെതലയത്ത്
തൊഴിലാളികൾ കുരുമുളക് പറിക്കുന്നതിനിടെയാണ് താഴെക്കൂടെ കടുവ കടന്നു പോകുന്നത്. അത്രയും ഭീതിജനകമായ ഒരു അവസ്ഥയാണ് വയനാട്ടിലുള്ളത്. എന്താണ് ഫാമേഴ്സ് റിലീഫ് ഫോറത്തിന് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫാർമേഴ്സ് റിലീഫ് ഫോറത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സത്യത്തെ മൂടി വെച്ച് സംസാരിക്കാൻ നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ 1956 നവംബർ 1-ാം തീയതി കേരളം സംസ്ഥാനം രൂപീകൃതമായി. എത്രയോ വർഷങ്ങൾ പിന്നിട്ടു. 1972 ഇന്ത്യയുടെ പാർലമെൻറ്റിലാണ് ഈ നിയമം പാസ്സാക്കിയത്. ഏത് നിയമം? ഈ വന്യജീവി നിയമം പാസ്സാക്കിയത് 72 50 വർഷം പിന്നിട്ടു. 5 പതിറ്റാണ്ട് പിന്നിട്ടു. ഈ 5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ നിയമം പാസ്സാക്കിയത് ഒരു ചായക്കടയിൽ വെച്ചല്ല പാസ്സാക്കിയത്. ഇത് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ, അതായത് ഈ കഴിഞ്ഞ ജനുവരി 26-ാം തീയതി മോദി പറഞ്ഞു ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും നല്ല ഭരണഘടനയുള്ളത് ഇന്ത്യയിലാണ്. ആ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണല്ലോ ഈ 72 ഈ മെമ്പർമാർ ഈ നിയമം പാസ്സാക്കിയത്. ഈ 50 വർഷം പിന്നിട്ടതിന് ശേഷം മാറി മാറി വന്ന സർക്കാരുകൾ എംപിമാരുണ്ടായല്ലോ. എന്തുകൊണ്ട് ഈ പാർലമെൻറ്റിൽ ഈ കൃഷിക്കാരന് ഇത്രയും ദൂഷ്യം വരുന്ന ഈ നിയമത്തെക്കുറിച്ച് ഇവർ ചിന്തിച്ചില്ല? അതെല്ലാം കൂടി അവസാനം എടുക്കാം. നമുക്ക് അവസാനം ബാക്കിയൊക്കെ പോകട്ടെ. ഈ പാർലമെൻറ്റിൽ ഇത്രയും എംപിമാരുണ്ടല്ലോ കേരളത്തിൻ്റെ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ 20 എംപിമാരുണ്ട്. ഇവിടുന്ന് ഇവിടെയുണ്ട് 98 MLA-മാർ LDF-നുണ്ട്, 40 ചില്ലറ ഇവർ UDF-നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ വിഷയം ഈ അടുത്ത കാലത്ത് ഈ കല്ലോടി അപ്പുറത്ത് ഇടവക പഞ്ചായത്തിൽ കല്ലോടി അപ്പുറത്ത് തോമസിൻ്റെ മരണം കഴിഞ്ഞിട്ട് 8 മാസം കഴിഞ്ഞു. അന്ന് എന്തായിരുന്നു പറഞ്ഞത്? അന്ന് പറഞ്ഞു ഈ നിയമങ്ങൾക്ക് മാറ്റം വരുത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിന് ശേഷമല്ല ഇപ്പോൾ ഈ പ്രജീഷ്, വാഗയിലെ പ്രജീഷ്, പടവലിലെ അജീഷ്, ഇവിടെ പോള്, ഈ മരണങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടുത്തെ LDF-ഉം UDF-ഉം ചെയ്യുന്ന പരിപാടി ഇവിടുത്തെ ജനത്തിന് മനസ്സിലായി. എന്താണ്? ഇവർ ആഘോഷമാക്കുവാണ്. ഇവരിവിടുന്ന് മന്ത്രിപ്പടകളിഞ്ഞ് വരുന്നു, MLA-മാർ വരുന്നു, മറ്റു വട്ടം കൂടുന്നു, ചർച്ച ചെയ്യുന്നു, കളക്ടറേറ്റ് കൂടുന്നു, അവിടെ യോഗം കൂടുന്നു, 3-4 മണിക്കൂർ ചർച്ചയാണ്. ഞാൻ ചോദിക്കട്ടെ, 5 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി എന്ത് ചർച്ചയാണ് ഇവിടെ? എന്തിനാ ചർച്ച? ഇത് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഇത് രാഷ്ട്രീയ പക്ക കൂട്ടുകെട്ടാണ്. ഇപ്പോൾ ഈ മരണങ്ങൾ കൂടിക്കഴിഞ്ഞപ്പോഴാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയത്. ഇതിനകത്ത് LDF-ഉം UDF-ഉം 50:50 കേരളത്തിൽ. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറയുന്ന സംഭവങ്ങളൊന്നും ശരിയല്ല. കേന്ദ്ര ഗവൺമെൻറ്റിനും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേന്ദ്ര വനംവകുപ്പ് മന്ത്രി ഇവിടെ വന്നു പോയല്ലോ, എന്ത് തീരുമാനമുണ്ടായി? ഇപ്പോൾ മന്ത്രിപ്പട ഇവിടെ വന്നേക്കും പോയി, എന്ത് തീരുമാനമുണ്ടായി? ഇപ്പോൾ ഇതാ ഇന്നലെ ഞാൻ ഈ പോളിൻ്റെ വീട്ടിൽ ഞാനിന്ന് പോയിരുന്നു. ഞാൻ അവൻ്റെ പയ്യമ്പള്ളി ഒരു ക്ലാസ്സിന് പോയിട്ട് വന്നു. നമുക്ക് അവിടെ കയറുന്നതാണ്. ആ കൊച്ചു ചോദിക്കുന്നതെന്നറിയോ? ആ കൊച്ചു പറഞ്ഞത് എഗ്രിമെൻ്റ് അച്ഛൻ്റെ കയ്യിലുണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാക്കിയ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞങ്ങൾക്ക് ചേട്ടാ ഇത് ലഭിക്കുമോ? ആ സ്ത്രീ പറയുന്നു, എനിക്ക് ഫോറസ്റ്റിലെ പണി എനിക്ക് വേണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും പണി കിട്ടുമോ? ഈ ചോദ്യം ഞങ്ങളോട്, നമുക്കൊരു പഞ്ചായത്ത് മെമ്പറില്ല, ഒരു MP ഇല്ല, ഒരു MLA ഇല്ല. പക്ഷേ അവർ കൃത്യമായിട്ടൊരു മറുപടി കൊടുത്താൽ നമ്മൾ പോന്നേക്കുന്നത്. ഇവരുടെ ഈ ഉരുണ്ടുകളി, ഇനി UDF-ൻ്റെ LDF-ൻ്റെ ഈ ഉരുണ്ടുകളി നിർത്തിയിട്ട് ഇപ്പോൾ നിലവിലുള്ള സംഭവങ്ങൾ, ഇവിടെ ഉണ്ടാകുന്ന സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ആവശ്യമില്ല, സമയമില്ല. ഈ ഉരുണ്ടുകളി നിർത്തിയിട്ട് CPM ഇപ്പോൾ നടത്തുന്ന സംഭവങ്ങൾ അത് പക്ക ഉരുണ്ടുകളിയാണ്. AK ശശീന്ദ്രൻ ആർക്കും വേണ്ടാത്ത ഒരു മന്ത്രിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആർക്കും വേണ്ട ഒരു മന്ത്രിയാണ്. ഒരു കൃത്യമായ ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന് ആ ഡിസിഷൻ എടുക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രി അനുവാദം വേണം. കാരണം NCP-യാണ് അവർ കേഡർ സ്വഭാവം ഇപ്പോൾ വിട്ടുപോയിരിക്കുക. അപ്പോൾ ഒരു കാരണവശാലും NCP-ക്ക് ഈ വനം വകുപ്പ് മന്ത്രിക്ക് നിലപാടെടുക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ കടപ്പാട് അങ്ങനെയാണ്. ഇപ്പോഴത്തെ ഈ മന്ത്രിമാരുടെ സന്ദർശനം കൊണ്ട് ഒരു ഗുണവുമില്ല എന്നാണ് ഫാർമേഴ്സ് ഗുണം കിട്ടുമെന്നൊരു പ്രതീക്ഷ ഫാർമേഴ്സ് ഇല്ലതാനും. ഗുണം കിട്ടുമെന്ന പ്രതീക്ഷ നമുക്ക് ഇല്ലതാനും. ഓക്കെ, ശ്രീ സിജേഷ്, എന്താണ് സയ്യിദ് പുൽപ്പള്ളിക്ക് ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട്? നമുക്കറിയാം, ഇതിനു മുൻപ് ഡാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ വയനാട്ടുകാരെ മൊത്തത്തിൽ ബാധിക്കുന്നൊരു വിഷയമാണ്. എന്താണ് സയ്യിദ് പുൽപ്പള്ളിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? സയ്യിദ് പുൽപ്പള്ളിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളൊക്കെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഈ വയനാട് അഭിമുഖീകരിക്കുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന് വരൾച്ച, 2 വന്യമൃഗശല്യം. രണ്ടും പരസ്പര പൂരകങ്ങളായ വിഷയങ്ങളാണ്. ഈ വരൾച്ച കൂടി വരുന്നത് കൊണ്ടാണ് ഒരു പരിധിവരെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാനുള്ളൊരു കാരണം, നമ്മളൊക്കെ ഈ ഫോറസ്റ്റിൻ്റെയൊക്കെ പരിസരത്ത് താമസിക്കുന്ന ആളുകളായതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇഷ്ടംപോലെ മുള കാടുകൊണ്ട് നിബിഡമായിരുന്നു ഈ പ്രദേശം. വയനാട്ടിൽ എല്ലാ വനങ്ങളും അങ്ങനെയായിരുന്നു. അത് ഓരോ സമയത്ത് വരുന്ന ഉദ്യോഗസ്ഥൻ്റെ തെറ്റായ നയം, അല്ലെങ്കിൽ അന്ന് ഭരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ തെറ്റായ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് കിട്ടുന്ന ചെറിയ ലാഭത്തിനു വേണ്ടി ഈ മുളകളെല്ലാം വിറ്റു. നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ സ്വാഭാവിക വനങ്ങൾ, പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്വാഭാവിക വനങ്ങൾ മുറിച്ചു മാറ്റി തേക്ക് പ്ലാന്റേഷൻ നിർമ്മിച്ചു.
ഇതെല്ലാം ഇവിടുത്തെ വരൾച്ചയ്ക്ക് ആക്കം കൂട്ടി എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടായില്ല. ഈ വന്യമൃഗങ്ങൾ കാട്ടിൽ തീറ്റയില്ലാതെ നിൽക്കുന്ന സമയത്ത് അതുങ്ങൾ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് ഇറങ്ങും. ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം 200 കിലോ മുതൽ 400 കിലോ വരെ അതിന് ഭക്ഷണം വേണമെന്നാണ് പറയുന്നത്. അതിന് അനുസരിച്ച് കുടിവെള്ളവും. ഇപ്പോൾ കാട്ടിലേക്ക് നമ്മൾ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ തേക്കിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞു. കാരണം തേക്കിനൊരു പ്രത്യേകതയുണ്ട്, ഒരേ സമയം എല്ലാത്തിൻ്റെ ഇല പൊഴിയും. ഒരു പ്രദേശം മൊത്തം ഇല പൊഴിയുന്ന സമയത്ത് നമ്മളുടെ ഈ നാട്ടിലുള്ളേക്കാൾ ചൂട് കാട്ടിൽ ഉണ്ടാവും. അപ്പോൾ ആ ചൂടിനെ അഭിമുഖീകരിക്കാൻ അതിന് പ്രയാസം വരുന്ന സമയത്ത് അത് നാട്ടിലേക്ക് ഇറങ്ങും. അതുപോലെ തന്നെ ഇതിൻ്റെ എണ്ണം പെരുകി. നമുക്കറിയാം 2131 ചതുരശ്ര കിലോമീറ്ററാണ് വയനാട് ജില്ലയുടെ വിസ്തൃതി. ഇതിൽ ഒരു 710 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് വനത്തിനുള്ളത്. അപ്പോൾ ഈ വനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ കൂടുതൽ വന്യമൃഗങ്ങൾ അവിടെ പെരുകുകയും അതിന് പറ്റുന്ന ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടുമാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഈ ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ ഈ സ്വാഭാവിക വനങ്ങളിലേക്ക് തിരിച്ചു പോകണം. അല്ലാതെ ഇവിടെ നിന്ന് പരസ്പര രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരു അജീഷ് മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പോള് മരിക്കുമ്പോൾ അവരുടെ നഷ്ടപരിഹാരത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ലഹള ഉണ്ടാക്കിയിട്ടോ ഇവിടെ സമരം നടത്തിയിട്ടോ, സമരം നടത്തണ്ട എന്നല്ല, സമരം നടത്തി കുറേ ആളുകളുടെ പേരിൽ കേസ് ഉണ്ടാക്കിയിട്ടോ പ്രയോജനമല്ല. ശാശ്വതമായ പരിഹാരമാണ് ഇവിടുത്തെ ആളുകൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനിയൊരു പോൾ ഉണ്ടാകാതിരിക്കാൻ, ഒരു അജീഷ് ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ പ്രജീഷ് ഉണ്ടാകാതിരിക്കാൻ ഈ വന്യമൃഗങ്ങളെ കാട്ടിൽ നിർത്തുന്നതിന് തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതിന് വേണ്ടത് അതിനെ കാട്ടിൽ നിർത്തുവാനുള്ള ശക്തമായ വേലികൾ നമ്മൾ മുൻപോട്ട് വെക്കുന്നു. സേവ് പുൽപ്പള്ളി മുൻപോട്ട് വെക്കുന്നതാണ് ഒരു ആശയമാണ് നമ്മൾ റെയിൽ ഫെൻസിങ് ആൻഡ് വേലി മെഷ്. കാരണം റെയിൽ ഫെൻസിങ്ങിനൊപ്പം തന്നെ അതോടൊപ്പം വേലിയും, ഒരു 3 മീറ്റർ ഹൈറ്റിലൊരു വേലിയും അതിൽ റെയിൽ ഫെൻസിങ്ങും ചെയ്താൽ ഒരു കുരങ്ങ് പോലും നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് ദ്രോഹം. ഈ ഒരു കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിലേക്ക് തന്നെ വരികയാണ്. കേരളത്തിലെ 3 മന്ത്രിമാർ, ഒപ്പം തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി, MP ഉൾപ്പെടെയുള്ളവർ വന്നു. അവരുടെ ഭാഗത്തു നിന്ന് ഇതിനൊരു നടപടി ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗം തന്നെയാണല്ലോ. അല്ല, ഇതിനകത്ത് ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് മന്ത്രിമാർ വന്നതുകൊണ്ടോ MLA മാർ അതിനകത്ത് ബഹളം വെച്ചതുകൊണ്ടോ പ്രത്യേകമായ ഒരു വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു പ്രാധാന്യം കിട്ടുന്നല്ലാതെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ സാധ്യമല്ല. പരിഹാരം ഉണ്ടാകണമെങ്കിൽ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം, ആ വിഷയത്തെക്കുറിച്ച് പഠനം നടത്തി ആ വിഷയം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുവാൻ ഇവിടെയുള്ള ജനപ്രതിനിധികളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ മന്ത്രിമാരും എല്ലാവരും തയ്യാറാകണം. അത് തയ്യാറാകാത്തോടത്തോളം കാലം ഇവിടെ പ്രജീഷുകൾ ആവർത്തിക്കപ്പെടും, അജീഷ് ആവർത്തിക്കും, പോൾ ആവർത്തിക്കും. ആ സമയത്ത് ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്യും. ജനങ്ങളും ഇവിടുത്തെ വനപാലകരും പോലീസും തമ്മിലുള്ള സംഘർഷം ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. ഓക്കെ, തീർച്ചയായും. ശ്രീ ജേക്കബ് ബത്തേരി, നമുക്കറിയാം AKCC ഒക്കെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും പ്രതിഷേധത്തിൻ്റെ പാതയിലാണ്. കൽപ്പറ്റയിൽ നടത്തിയ സമരമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ താങ്കൾക്ക് ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട് എന്താണ്? മരിച്ച 3 കുടുംബങ്ങളിലും വ്യക്തികളുടെ വീട്ടിൽ പോയി അവരുടെ സത്യാവസ്ഥ കണ്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ്. 5 വർഷം കൊണ്ട് 650 പേരാണ് വന്യമൃഗ ശല്യം മൂലം നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവർ. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടിട്ടോ വഴക്ക് കൂടിയിട്ടോ കലഹിച്ചിട്ടോ എണ്ണി വർഷങ്ങളുടെയും മറ്റു കണക്കുകൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി ഒരു ശാശ്വതമായൊരു പരിഹാരം നമുക്കുണ്ടാകണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് രാജ്യപുരോഗതിയുടെ പുരോഹിതന്മാരാണ്. അവർ വഴിയായിട്ട് നമ്മൾക്ക് എന്ത് പറഞ്ഞാലും നമ്മൾക്ക് കാര്യങ്ങൾ നടക്കാൻ പറ്റുള്ളൂ. ഒരൈക്യമുണ്ടാകണം. 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. എന്നെ കുറ്റപ്പെടുത്തിയാലും വിരോധം തോന്നിയാലും വിരോധമില്ല. 3 രാഷ്ട്രീയ പാർട്ടിക്കാർ ഞാൻ പറഞ്ഞ ചെറിയ പോയിന്റുകളൊന്നും മനസ്സിലാക്കണം. എന്തേ നമ്മുടെ മന്ത്രിമാർ വയനാട്ടിലേക്ക് കയറാൻ മടിക്കുന്നു? ഒരു മന്ത്രിക്ക് ചാർജ് കൊടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹം ഓഗസ്റ്റ് 15-നും ജനുവരി 26-നും പതാക ഉയർത്താൻ വേണ്ടി മാത്രം വന്നാൽ പോരാ. ജനങ്ങളുടെ കണ്ണുനീരൊപ്പാൻ കഷ്ടപ്പാടുള്ളപ്പോൾ അവരെ വരണ്ടേ? എന്താ മടിക്കുന്നത്? ഒടുവിൽ കാലങ്ങൾ 10-12 ദിവസം കഴിഞ്ഞപ്പോൾ 2 മന്ത്രിമാർ കൂട്ടുകൂടി മന്ത്രി വന്നു. പോരാ, നമ്മളോടൊപ്പം ഉണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് മടിക്കുന്നത്? മറ്റൊരു കാര്യം ചോദിക്കട്ടെ. രാഹുൽ ഗാന്ധി വലിയ തിരക്കുള്ള സമയത്ത് നിന്ന് വയനാട്ടിൽ വന്നു. നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു 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 നേതാവാണ് അദ്ദേഹം. നമ്മൾ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഓക്കെ, അദ്ദേഹം ഇവിടെ ഉണ്ടാവണം. കരയുന്നതിൻ്റെ കണ്ണുനീരൊപ്പം നമ്മുടെ ഒപ്പം നമ്മൾ തിരഞ്ഞെടുത്താൽ നമ്മുടെ കൂടെ വല്ലപ്പോഴും മഹാബലി വരുന്ന പോലെ കൊല്ലത്തിലൊന്നും വന്നു പോയിട്ട് കാര്യമില്ല. അദ്ദേഹം വന്നു, സന്തോഷമേ ഉള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹം വന്നപ്പോൾ 2 വാഹനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ട് പോയി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വാഹനം നമ്മളിങ്ങനെ വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഉണ്ടോ? ഓക്കെ, സമ്മതിക്കുന്നു.
ഒരു 10,000 രൂപയുടെ ഓലപ്പടക്കം വാങ്ങിയിട്ട് കൊടുക്കാം, ജനപ്രതിനിധികളോ ആരെങ്കിലും ഏൽപ്പിക്കാം. ഇതാ കർഷകർ പേടിച്ച് വിറച്ച് വന്യമൃഗങ്ങളാൽ കഷ്ടപ്പെടുമ്പോൾ പേടിക്കുമ്പോൾ പൊട്ടിച്ച് ഓടിക്കട്ടെ, കൊടുക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് കൊടുത്തില്ല? വനം വകുപ്പിന് ഇഷ്ടംപോലെ ഫണ്ടുണ്ടല്ലോ, അതായിരുന്നല്ലോ വേണ്ടിയത്. നിങ്ങളൊക്കെ പറഞ്ഞ് തിരുത്തിക്കണം. മറ്റൊരു കാര്യം പറയാം, മരിച്ച കുടുംബത്തിന് 15 ലക്ഷം രൂപ കർണാടക സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ ഇടപെട്ട് അവിടെ പ്രശ്നമുണ്ടാക്കി. ആ കുട്ടിയുടെ കുടുംബം ഇന്നലെ പറഞ്ഞത്രേ, ഞങ്ങൾക്ക് ആ 15 ലക്ഷം വേണ്ട. ഇതാരുടെ കൂടിയാണ് ഇവരൊക്കെ എന്ന് ഞാൻ ചോദിക്കുന്നത്. കർഷകരുടെ കൂടെ നമ്മളുണ്ടാകണം. കർഷകരുടെ പ്രതീക്ഷ 70 വർഷമായിട്ട് കുടിയേറി കയ്യേറിയതല്ല, പട്ടയവും നികുതി അടച്ച് ഇവിടെ ജീവിക്കുന്ന മനുഷ്യൻ ചോര നീരാക്കി എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് വിചാരിച്ച ഒരു തലമുറ ഇത് പഠിച്ചു വരുന്നപ്പോഴത്തേക്ക് മക്കളൊക്കെ പുറത്തേക്ക് പോകാൻ എല്ലാവർക്കും പരാതി. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ജീവിക്കാൻ വയ്യ, പാലടക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല, ആരാധനാലയങ്ങളിൽ പോകാൻ പറ്റുന്നില്ല, ടൗണിൽ പോകാൻ പറ്റുന്നില്ല, ജോലി സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല, വിളവെടുക്കാൻ പറ്റുന്നില്ല. ഇന്ന് തലപ്പുഴ, നാളെ മാനന്തവാടി, കാട്ടിക്കുളം, ബത്തേരി, ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആനയും കടയും ജിറാഫും സിംഹവും ഒഴികെ ബാക്കി സർവ്വസാധനങ്ങളും ഈ വയനാട്ടിലെ കാട്ടുണ്ട്. നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഇഷ്ടംപോലെ ഫണ്ട് വനം വകുപ്പിനുണ്ടല്ലോ. JCB ഇറക്കട്ടെ, രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഒരു കാട്ടിലേക്ക് ഒരു 200, 300, 500 കുളങ്ങൾ കുത്തട്ടെ, കെട്ടുകൊന്നും വേണ്ട. അതിൽ വെറുതെ JCB ഉപയോഗിച്ച് തടാകങ്ങൾ ഉണ്ടാക്കിയിട്ടെ, മഴക്കാലത്ത് പെയ്യുന്ന വെള്ളം മുഴുവൻ അതിനെക്കട്ടെ. ഏറ്റവും മൃഗങ്ങൾക്കും മനുഷ്യനും ആവശ്യമുള്ള ഘടകം ജലമാണ്. ജലം കിട്ടാനുണ്ടെങ്കിൽ കുറേ അവിടെ നിൽക്കും. പിന്നെ വനം വകുപ്പുകാർ കൃത്യമായിട്ട് തന്നെ ഈ വരൾച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ വനത്തിലുള്ള കുളങ്ങളിലൊക്കെ വെള്ളം നിറയ്ക്കാറുണ്ട്. അതിപ്പറച്ചിലല്ലുള്ളൂ സർ. നമുക്കാരെങ്കിലും വനത്തിൽ കയറാനോ ഇത് കാണാനോ കാഴ്ച. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ മേഖലയിലുള്ളവർക്കും കാർഷിക പ്രതിനിധികൾക്കുമെല്ലാം ഈ വനത്തിൽ കയറി അവിടെ നടക്കുന്ന കുളങ്ങൾ, തടയണകൾ, അവിടെ നടക്കുന്ന പ്രക്രിയകൾ നമുക്ക് കാണാനുള്ള അവകാശം ഉണ്ടാകണം. ഇതിപ്പോൾ പണ്ടൊക്കെ നമ്മൾ കരികില വാരാൻ, തേനെടുക്കാൻ, നെല്ലിക്ക എടുക്കാൻ ഒക്കെ കാട്ടി കയറുമായിരുന്നു. ഇപ്പം നമ്മൾ റോഡ് സൈഡിൽ നമുക്കൊന്ന് ഇൻ്റർവെല്ലിന് പോകാൻ പോലും പറ്റുമോ? ഫോട്ടോ എടുക്കാൻ പറ്റുമോ? സാധിക്കില്ല, അവർ സമ്മതിക്കില്ല. അതുകൊണ്ട് വനത്തിൽ നടക്കുന്ന എല്ലാ പ്രക്രിയകളും നമുക്കറിയണം എന്തൊക്കെ നടക്കുന്നു. അവിടെ നടക്കുന്ന അഴിമതികൾ മുഴുവൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ജനപ്രതിനിധി ജനങ്ങളോടൊപ്പമായിരിക്കണം. ഇന്ന് വയനാട്ടിലെ കർഷക ജനത ഈ കഷ്ടപ്പാടിൻ്റെ അങ്ങേയറ്റമാണ് നിൽക്കുക. അവരോട് കൂടെ നമ്മളുണ്ടാകും. ഓക്കെ തീർച്ചയായും. ശ്രീ എ വി ജയൻ, പ്രധാനപ്പെട്ട BJPയുടെ ഒരു ആരോപണത്തിലേക്ക്, നമ്മളിതൊരു രാഷ്ട്രീയവൽക്കരിക്കുകയല്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഈ ഒരു വയനാട്ടിൽ ഇപ്പോൾ അടുത്തു നടന്ന ഈ ഒരു 3 സംഭവങ്ങൾ, അതിൽ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനെയാണ് അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. മറുപടി അല്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ പോകാൻ വേണ്ടി പറ്റില്ല. BJPക്ക് അതല്ലാതെ വേറൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട പരിണിതപ്രജ്ഞനായ നമ്മളെ കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ KLP സംസാരിച്ചപ്പോൾ പറഞ്ഞു, 972 വനം വന്യജീവി സംരക്ഷണ നിയമത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് 972 വരെ വനം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിലുണ്ടായിരുന്ന കാര്യമായിരുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധി 972 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ വനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട്, വെറുതെ കേന്ദ്രം ഏറ്റെടുത്തതല്ല, മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കകത്ത് വനത്തിൻ്റെ പങ്ക് മനസ്സിലാക്കിക്കൊണ്ട്, അതുകൊണ്ടാണല്ലോ ആമസോൺ ലോകത്തിൻ്റെ ശ്വാസകോശമാണെന്നൊക്കെ പറയുന്നത്. FRPകാരൻ പറയുന്ന മാതിരി വെറുതെ വർത്താനം വെടിവട്ടം പറഞ്ഞു പോകുന്ന കാര്യമല്ലല്ലോ. ലോകത്ത് മനുഷ്യരാശിക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി വനം ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾ അതിനെ തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത കൂടി മനസ്സിലാക്കിയിട്ട് 972 കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമം, അത് ഞാൻ വീണ്ടും അടിവരയിട്ട് വരുന്നു, കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമമാണ്. ആ നിയമം പാസ്സാക്കി. ആ നിയമം പാസ്സാക്കപ്പെട്ടതുമ്പം വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിയമം ഉണ്ടാക്കിയത്. 972 കടുവ വംശനാശം നേരിടുന്ന ജീവിയാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് പ്രത്യേകമായ താല്പര്യമുള്ള ഒരു ജീവി കൂടിയാണ്. അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ പ്രത്യേകത, അവരുടെ എലൈറ്റ് ഫാമിലി സാഹചര്യം, ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിൻ്റെ തന്നെ ഫേസ്ബുക്ക് ട്വീറ്റുണ്ട്, എൻ്റെ കയ്യിൽ എൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിക്കാൻ വേണ്ടി തയ്യാറാണ്. അങ്ങനെ ഒരു നിയമം 950 ഉണ്ടാക്കി. 50 വർഷത്തിന് ശേഷം ഈ വന്യജീവി സംരക്ഷണ നിയമമല്ല, വന്യജീവി നിയന്ത്രണ നിയമം കൊണ്ടുവരണം. ആ നിയമം ഭേദഗതി ചെയ്ത് 20 ഭേദഗതി അതിൽ കൊണ്ടുവന്നു എന്നാണ് ബഹുമാനപ്പെട്ട BJPൻ്റെ പ്രതിനിധി പറഞ്ഞത്. ഭേദഗതി കൊണ്ടുവരുന്നതിന് വേണ്ടി 2020 ഒരു പാർലമെൻ്ററി കമ്മിറ്റി ഉണ്ടാക്കി. ആ പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് UPA മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി, തീവ്ര പരിസ്ഥിതിവാദി കൂടിയായിട്ടുള്ള ജയറാം രമേശിനെ ചെയർമാനായിട്ട് കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ 2 MPമാർ ഈ കേരളത്തിൽ നിന്നുള്ളവരാണ്.
ഒന്ന് ഇ ടി മുഹമ്മദ് ബഷീർ ലീഗിൻ്റെ പ്രതിനിധി, മറ്റൊന്ന് അബ്ദുൾ സമദ് സമദാനി, അതും ലീഗിൻ്റെ പ്രതിനിധിയാണ്. അവരും കൂടി ചേർന്നുള്ള കമ്മിറ്റിയാണ് ഭേദഗതി കൊണ്ടുവന്നത്. 20 ഭേദഗതിയും മൃഗങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഭേദഗതിയാണ്, മനുഷ്യർക്ക് അനുകൂലമായിട്ടുള്ള ഭേദഗതി അല്ല കൊണ്ടുവന്നത്. ആ ഭേദഗതിക്കകത്താണ്, ആ ഭേദഗതിയുടെ ഏതാണ്ട് 25 മിനിറ്റുള്ള ജയറാം രമേശിൻ്റെ സ്പീച്ചിൻ്റെ, പാർലമെൻറ്റ് സ്പീച്ചിൻ്റെ ഓഡിയോ എൻ്റെ ഫോണിനകത്തുണ്ട്. ഞാനത് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് കേൾപ്പിക്കാൻ വേണ്ടി ഇതിലെ പ്രക്ഷേപണം ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. ആ 20 മിനിറ്റിൻ്റെ ജയറാം രമേശിൻ്റെ സ്പീച്ചും ഈ വന്യമൃഗങ്ങളെ രാജ്യത്ത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്പീച്ച്, അദ്ദേഹം പറയുന്നത് 50 വർഷം മുമ്പുള്ള പാരമ്പര്യം ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മുതൽ ആരംഭിക്കുന്നതാണ് എന്ന് അദ്ദേഹം ആ സ്പീച്ചിനകത്ത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ആ ഭേദഗതിയിൽ ഈ വെള്ളക്കുരങ്ങിനെ ഷെഡ്യൂൾ 1 കൊണ്ടുവന്നു. ഈ 20 ഭേദഗതിയിൽ ഒരു ഭേദഗതി നമ്മളെ BJP പ്രതിനിധി ചൂണ്ടിക്കാണിച്ച ഒരു ഭേദഗതിയാണ് വെള്ളക്കുരങ്ങിനെ ഷെഡ്യൂൾ 1 കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ വെള്ളക്കുരങ്ങിനെ കൊന്നാൽ കടുവയെ കൊല്ലുന്നതിന് തത്തുല്യമായ ശിക്ഷയാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. എന്ത് FRFന് മുണ്ടാട്ടില്ലാത്തത്? 2022 ഏപ്രിൽ മാസം 2-ാം തീയതിയാണല്ലോ പാർലമെൻറ്റിനകത്ത് അവതരിപ്പിച്ചത്. കിഫ പോലുള്ള സംഘടനകൾ എന്ത് അതിനെതിരെ പ്രതിഷേധിക്കാത്തത്? കേന്ദ്ര ഗവൺമെൻറ്റല്ലേ ഭേദഗതി കൊണ്ടുവന്നത്. കേരള ഗവൺമെൻറ് ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 2 തവണ പന്നിയെ വെർമിനായിട്ട് പ്രഖ്യാപിക്കണം, ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചു. കേന്ദ്രം അത് മടക്കിയല്ലോ. എന്താ നിയമത്തിനകത്ത് ഭേദഗതി കൊണ്ടുവരാത്തത്? കേന്ദ്രം മടക്കിയല്ലേ. പന്നി 1996 വരെ പന്നി ക്ഷുദ്രജീവിയായിരുന്നു, വെർമിനായിരുന്നു. എന്നാൽ അതിനെ ഷെഡ്യൂൾ 5 കൊണ്ടുവന്നു. ഇപ്പോൾ പന്നിയെ ഈ ഭേദഗതിയുടെ ഭാഗമായി ഷെഡ്യൂൾ 3 കൊണ്ടുവന്നിരിക്കുകയാണ്. എലി അതിനെ ഷെഡ്യൂൾ 3 കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാണ് ഭേദഗതി. ഇവരിപ്പോഴും ഗോത്രബോധത്തിലാണ് രാജ്യം ഭരിക്കുന്നത്. കുരങ്ങെന്ന് പറയുന്നത് ഹനുമാൻ്റെ പിന്തുടർച്ചക്കാരാണ്, എലി എന്ന് പറയുന്നത് ഗണപതിയുടെ വാഹനമാണ്, ആന ഐരാവതമാണ്, ഇന്ദ്രൻ്റെ സംഗതിയാണ്, മയിൽ സുബ്രഹ്മണ്യൻ്റെ വാഹനമാണ് എന്നൊക്കെ പറഞ്ഞൊരു ഗോത്രബോധത്തിൽ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് സാധിക്കില്ല. ഒരു പട്ടിയെ കൊല്ലാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമുണ്ടോ? നമ്മൾ ചർച്ച ചെയ്യപ്പെടണ്ടേ? പട്ടിയെ കൊന്നാൽ മേനകാ ഗാന്ധിയെ പോലുള്ള ആളുകൾ കോടതിയിലേക്ക് പോകുകയല്ലേ. ഇവിടെ നിയമത്തിനകത്ത് എന്താ പറയുന്നത്? 1972 വനം വന്യജീവി നിയമത്തിനകത്ത് ഷെഡ്യൂൾ 11 പറയുന്നത് ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വെടിവെച്ച് കൊല്ലുന്നതിന് ഓർഡർ പുറപ്പെടുവിക്കാം. അതാണ് സംസ്ഥാനത്തിൻ്റെ അധികാരമായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താ പറയുന്നത്? ഇഫ് ഹി സാറ്റിസ്ഫൈഡ്, അദ്ദേഹത്തിന് തൃപ്തികരമാണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമുണ്ട് എന്നല്ല ആക്ട് പറയുന്നത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. വാർഡൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായതാണ്. സാറ്റിസ്ഫാക്ഷൻ തീരുമാനിക്കേണ്ടത് അയാളാണ്. അതാണ് പ്രതിസന്ധി. ഇവർ വെടിവെക്കാൻ വേണ്ടി ഉത്തരവിട്ടാൽ നാളെ ഈ നാട്ടിലുള്ള വന്യജീവി പ്രേമികളായ ആളുകൾ നേരെ കോടതിയിലേക്ക് പോയി ഇവരതിന് മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ കണ്ടതാണല്ലോ, നമ്മളെ തണ്ണീർക്കൊമ്പൻ മാനന്തവാടിയിൽ നിന്ന് വെടിവെച്ച് കൊന്നിട്ട് മയക്ക് വെടി വെച്ചിട്ട് പിറ്റേ ദിവസം മരിച്ചു പോയപ്പോൾ 4-ാമത്തെ ദിവസം ഇവിടെ അജീഷിൻ്റെ കൊലപ്പെടുത്തിയ ആനേൻ്റെ വിഷയം നടക്കുന്നതിൻ്റെ ഇടയിൽ വയനാട്ടിലെ DFOയും മറ്റ് ദീപ മേഡമൊക്കെ ഉൾപ്പെടെ ഇതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് വന്ന എൻക്വയറി ടീമിന് വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സംഭവം നടന്നത്. കേന്ദ്ര ടീം അന്വേഷിക്കാൻ വേണ്ടി വന്ന അതാണ് ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ പ്രത്യേകത. കാലാനുസൃതമായി ആ നിയമത്തിനകത്ത് ഭേദഗതി ഉണ്ടാവണം. തലയ്ക്കകത്ത് ആൾതാമസമുള്ള മനുഷ്യർ ലോകം ഭരിക്കുന്നുണ്ട്. ആ ലോകത്തുള്ള സാഹചര്യം ഇപ്പോൾ ഓസ്ട്രേലിയൻ്റെ ഉദാഹരണം പറയാം. ഓസ്ട്രേലിയൻ്റെ ദേശീയ മൃഗമാണ് കങ്കാരു. അവിടെ വർഷത്തിൽ 2 മാസം കങ്കാരുവിനെ വേട്ടയാടുന്നതിന് വേണ്ടി ആ രാജ്യത്ത് നിയമമുണ്ട്. നിയന്ത്രണ വിധേയമായി അതിൻ്റെ മേറ്റിംഗ് ടൈമിലൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ട് അതിനെ നിയന്ത്രിക്കുന്നതിന് വേട്ട അനുവദിക്കുന്നുണ്ട്. ഇവിടെ എന്താ ഭൂപേന്ദ്ര യാദവ് പറഞ്ഞത്? അദ്ദേഹം ഈ നാട്ടിൽ വന്നിട്ട് പച്ചക്കള്ളം പറഞ്ഞു പോകുകയല്ലേ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ കർഷക സംഘം അദ്ദേഹത്തിന് നിവേദനം കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു കോമ്പൻസേഷൻ മുഴുവൻ കേന്ദ്രമാണെന്ന്. സംസ്ഥാന മന്ത്രി പത്രക്കുറിപ്പ് ഇറക്കിയല്ലോ, 1 രൂപ പോലും കേന്ദ്രത്തിൻ്റെ ഇല്ല എന്നുള്ള നിലയിൽ പറഞ്ഞാൽ ഇതുവരെ കൊടുത്തത് ഇനി കൊടുക്കണമെങ്കിൽ അവർ തരണം. ഈ നിയമത്തിനകത്ത് കാതലായ ഭേദഗതി ഉണ്ടാവണം. അതിൽ നമ്മളെ വിമർശനം ബഹുമാനപ്പെട്ട കേരളത്തിൽ നിന്നുള്ള MP-മാർ അതിനകത്ത് ഇടപെടുന്നില്ല. ഈ ജയറാം രമേശിൻ്റെ നേതൃത്വം പറഞ്ഞു ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. അത് ഈ കേന്ദ്ര നിയമത്തിനകത്ത് ഭേദഗതി ഉണ്ടാവണം. കേരളത്തിൽ നിന്നുള്ള MP-മാർ അതിനകത്ത് ഇടപെടുന്നില്ല എന്ന ശക്തമായ വിമർശനം കർഷക സംഘത്തിനുണ്ട്. ഇവരവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കണ്ടേ? ജയറാം രമേശ് എണീറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ ജയറാം രമേശിനെതിരെ കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രതിനിധികൾക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. രാഹുൽ ഗാന്ധിൻ്റെ ഒരു FB പോസ്റ്റ് അതുകൊണ്ട് ആളുകൾ കാണേണ്ട സാഹചര്യമാണ്. ഇതാണ് രാഹുൽ ഗാന്ധിൻ്റെ 2023 ഏപ്രിൽ 1-ാം തീയതിയുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അച്ചമ്മ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഒരു കടുവാ കുട്ടീനെയും എടുത്തുകൊണ്ട് നിൽക്കുന്ന പടം ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിനകത്ത് പറയുന്നത് പ്രൊജക്റ്റ് ടൈഗർ ഈസ് എ ഗ്ലോവിങ് ട്രിബ്യൂട്ട് ടു ഇന്ത്യാസ് സ്റ്റെഡ്ഫാസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് ടു വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്.
അത് ലെഗസി ഓഫ് ഫോർമർ പ്രൈം മിനിസ്റ്റർ ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലും പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ വന്യമൃഗങ്ങളെ സംബന്ധിച്ചുള്ള സംരക്ഷണ സംവിധാനത്തിനകത്ത് ഇവരുടെയൊക്കെ വ്യക്തിപരമായ മാനസികാവസ്ഥയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കാണുന്നത്. ഈ സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച് നമ്മുടെ നാട്ടിൽ അവതരിക്കുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങൾ കാണുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്രമിക്കുന്നതിന് വേണ്ടി അനുകൂലമായിട്ടാണോ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പെരുമാറുന്നതെന്നാണോ താങ്കൾ പറയുന്നത്? അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നില്ല. ഈ ജയറാം രമേശിന്റെ ഭേദഗതിയുടെ ഭാഗമായി കുരങ്ങിനെ ഷെഡ്യൂൾ 1 പെടുത്തുമ്പോൾ രാഹുൽ ഗാന്ധി ഇടപെടണ്ടേ? അദ്ദേഹം കോൺഗ്രസിന്റെ പരമോന്നത നേതാവല്ലേ? അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്തല്ലേ ജയറാം രമേശ്? അങ്ങനെ ഒരു ഭേദഗതി രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ ഇടപെടാൻ വേണ്ടി കഴിയണ്ടേ? കുരങ്ങിനെ കൊന്നു. ഹിമാചൽ പ്രദേശിന് പ്രത്യേക അനുമതി കേന്ദ്രം കൊടുത്തിട്ട് ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുരങ്ങിനെ കൊല്ലുന്നതിന് വേണ്ടി കേന്ദ്രം പ്രത്യേക അനുമതി കൊടുത്തു. വേറെ എവിടെയാണ് മൃഗങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി കേന്ദ്രം അനുമതി കൊടുത്തിട്ടുണ്ട്? അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതൊരു സാഹചര്യത്തിലാണോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരേണ്ടത് അത് കൊടുക്കാനുള്ള ഒരു ലിബർട്ടി ഇവിടെ ഉണ്ട്. ആ ലിബർ കൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ട് ഇവിടെ കേന്ദ്രത്തിലേക്ക് പോകുന്ന എംപിമാർ, ഇവിടെയുള്ള എംഎൽഎമാർ അവർക്ക് അനുവദനീയമായിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങളുടെ സ്ഥലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതിന് പരിഹരിക്കാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന്റെ മറുപടി: കേരളത്തിൽ നിന്നുള്ള 20 എംപിമാർ, ഒരു ഇടതുപക്ഷത്തിൻ്റെ എംപിയും ബാക്കി 19 കോൺഗ്രസിൻ്റെ എംപിയും അവരിടപെടുന്നതിൽ ഒരു വാദത്തിന് വേണ്ടി പരാജയമാണെന്ന് നമുക്ക് അംഗീകരിക്കാം. BJPന്റെ വയനാട് ജില്ലാ കമ്മിറ്റി ഈ വയനാട്ടിലെ 7.5 ലക്ഷം വരുന്ന ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടിയല്ലേ? ആ രാഷ്ട്രീയ പാർട്ടിക്ക് ജില്ലാ കമ്മിറ്റി മുഖേന, നിങ്ങളുടെ സംസ്ഥാന സ്റ്റേറ്റ് കമ്മിറ്റി മുഖേന, നിങ്ങളുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ മുഖേന, നിങ്ങളുടെ വി മുരളീധരൻ മന്ത്രി മുഖേന കേന്ദ്രത്തിൽ ഇടപെടാലോ? ഇവിടുത്തെ എംപിമാർ പ്രതികരിക്കുന്നില്ല. വയനാടൻ ജനതയ്ക്ക് വേണ്ടി BJP ഇടപെടണം. എന്നിട്ട് ഭേദഗതിക്ക് നിങ്ങൾ എന്തെങ്കിലും ബിജെപിയുടെ ജില്ലാ ഘടകമോ ബിജെപിയുടെ സ്റ്റേറ്റ് ഘടകമോ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് ചേട്ടൻ എങ്ങനെ പറയാൻ കഴിയും? ബിജെപിയുടെ സ്റ്റേറ്റ് ഘടകവും ജില്ലാ ഘടകവും ഒക്കെ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഭൂപേന്ദ്ര യാദവ് ഇവിടെ വന്നതെന്നുള്ള കാര്യത്തിൽ തർക്കം വിചാരിക്കണം. ഈ സാമാന്യമായിട്ട് വയനാട്ടിലുള്ള മന്ത്രിമാർ വന്നതിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞു. ഇല്ലാത്ത കാര്യത്തിൽ മന്ത്രിമാർ വന്നതിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിക്കും. ഭൂപേന്ദ്ര യാദവ് വന്നതിന്റെ റിസൾട്ട് എന്താ? തീർച്ചയായും ശ്രീ കെ. തീർച്ചയായും 3 മന്ത്രിമാരോട് എന്ത് ഗുണമുണ്ടായി? 27 കാര്യം തീരുമാനിച്ചു, 15 കാര്യം നടപ്പിൽ വന്നു. ഓരോന്ന് എണ്ണി പറയാം. ഇവിടെ ഈ ഭരണമുണ്ടായതിനു ശേഷം 3-4 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്താവുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വന്നിട്ട് ഒരു ഗുണവും ഗുണമുണ്ടാക്കുന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്? ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. ശ്രീ KLP, MP-യുടെ ഒരു ഇടപെടൽ ആദ്യം മുതലേ ഉള്ള ഒരു പ്രധാനപ്പെട്ട, താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, ഭാരത് ജോഡോ ന്യായ യാത്ര നിർത്തിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയം, വലിയ ഇത്തരത്തിലുള്ള വയനാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയത്തിൽ അദ്ദേഹം ഇവിടെ വന്നത്. വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ പാർലമെൻറ്റിൽ ശ്രീ AV ജയൻ വ്യക്തമാക്കുകയുണ്ടായി. മൃഗങ്ങളെ സ്നേഹിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടൊക്കെ താങ്കൾ കേട്ടു. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ? അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കൂടിയാണ്, ഇത്രയും ഭൂരിപക്ഷത്തിൽ പാർലമെൻറ്റിലെത്തിയ ഒരു MP കൂടിയാണ്, താങ്കളുടെ പാർട്ടിയുടെ ദേശീയ നേതാവാണ്. ഇതെല്ലാം മുൻനിർത്തി ചോദിക്കുന്നു, എന്തൊരു ഇടപെടൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്? ഇവിടെ ആദ്യം മുതൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, 1972 ഈ നിയമം ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയത്. അന്ന് ശ്രീ ജയൻ പറഞ്ഞതുപോലെ തന്നെ കടുവ എന്ന് പറയുന്നത് വംശനാശം വന്നുകൊണ്ടിരുന്ന ജീവിയാണ്. വനങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ വനത്തെയും വന്യജീവികളെയും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളത് അത്യന്തം ആവശ്യമായ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യം അതല്ല. ഇന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്യാരിയിങ് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ എല്ലാ മൃഗങ്ങളും പെരുകിയിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ കാലാനുസൃതമായ ഒരു മാറ്റമാണ്. ഇപ്പോൾ ജയറാം രമേശ് അവിടെ പ്രസംഗിക്കുന്നതും അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പറഞ്ഞതും ഈ പറയുന്ന ചർച്ചകളൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ്? വന്യമൃഗങ്ങളെയും വനത്തെയും സംരക്ഷിക്കണം എന്നുള്ള കർക്കശമായ നിലപാടാണ്. എവിടെ സംരക്ഷിക്കണം? വനത്തിനകത്ത് സംരക്ഷിക്കണം. വനവും വന്യജീവികളും സംരക്ഷിക്കപ്പെടേണ്ടത് വനത്തിനകത്താണ്. തീർച്ചയായും ഈ പറയുന്ന ജയറാം രമേശോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോ മറ്റേതെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കളോ വനത്തിന് പുറത്ത് വന്യജീവികൾ വരുന്നതിന് അനുകൂലിച്ചിട്ടില്ല. വനത്തിനകത്താണ് സംരക്ഷിക്കേണ്ടത്. ഈ വനത്തിനകത്ത് സംരക്ഷിക്കാൻ പറ്റാത്ത തരത്തിൽ ഇത് പെരുകുകയും ഇതിപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലാണ്. നമ്മൾ ഈ പുൽപ്പള്ളിയിൽ വയനാട്ടിലും താമസിക്കുന്ന ആളുകൾക്ക് എത്രയോ കാലം മുമ്പ്, ഞാനൊക്കെ 8 വയസ്സുള്ളപ്പോൾ ഈ വയനാട്ടിൽ വന്നതാണ്, ഒരു കടുവയും ഒരാളെ വന്ന് കൊന്നിട്ടുള്ള ഒരു അനുഭവം നമുക്ക് ആ കാലത്തൊന്നുമില്ല.
ആനയും വന്ന് മനുഷ്യനെ അങ്ങനെ പതിവായി കൊല്ലുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും വനത്തിനകത്തെങ്ങാനും വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. വനത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു. വനത്തിൻ്റെ ആ ജൈവികമായ സംവിധാനം മാറിയിരിക്കുന്നു. വന്യജീവികൾ പെരുകിയിരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഈ ഭേദഗതികൾ നമുക്ക് ആവശ്യമായി വരുന്നത്. ആ ഭേദഗതി ഉണ്ടാകേണ്ടത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അതാണ് അതിൻ്റെ പ്രസക്തി. ആ പ്രസക്തി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊന്ന്, ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഈ നിയമം ഭേദഗതി ചെയ്യപ്പെടണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ, ആ സംഭവം ഉണ്ടാകുമ്പോൾ പൊതുപ്രവർത്തകരെന്ന രീതിയിൽ ആ കുടുംബത്തെ സഹായിക്കാൻ, അല്ലെങ്കിൽ അവരെ ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ പറ്റും, ആ ബോഡി അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിക്കേണ്ടതാണെങ്കിൽ അത് കൊണ്ടുവന്ന് അവർക്ക് ന്യായമായ കിട്ടാവുന്ന നിയമം അനുസരിച്ച് നിലവിലുള്ള സംവിധാനം അനുസരിച്ച് കിട്ടാവുന്ന നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ, അവരുടെ കുടുംബത്തെ സഹായിക്കാൻ, ഇതൊക്കെ കഴിയാവുന്ന തരത്തിൽ പരമാവധി സഹായിക്കലാണ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും നമുക്ക് സാധിക്കുക. ആത്യന്തികമായി എന്താണ് ആവശ്യം? നമുക്ക് ജനങ്ങളുടെ ജനവാസ കേന്ദ്രത്തിലേക്ക് കടന്നുകയറ്റം നടത്തുന്ന ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ കാട്ടിനകത്ത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ കഴിയുന്നില്ലെങ്കിൽ ജനവാസ കേന്ദ്രത്തിൽ വരുന്നവയെ നശിപ്പിക്കണം, വെടിവെച്ച് കൊല്ലണം. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചുള്ള ആസ്ട്രേലിയയിൽ ഞാൻ ദിവസം പത്രത്തിൽ വായിച്ചതാണ്, വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് കങ്കാരുക്കളെയാണ് ഒരുമിച്ച് വെടിവെച്ച് കൊന്നത്. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഏതെങ്കിലും ഇനത്തിൽപ്പെട്ട മൃഗങ്ങൾ പെരുകിയാൽ, കാട്ടിൽ പെരുകിയാൽ പീരിയോഡിക്കലി ഹണ്ടിങ്ങിന് അനുവാദം കൊടുക്കും. നമ്മുടെ ഇവിടെ ആദിവാസികൾ ഉച്ചാൽ നടത്തുമ്പോൾ അതിൻ്റെ അവരുടെ പാരമ്പര്യമുണ്ട്. ഒരു ദിവസം ഉച്ചാലിൻ്റെ ദിവസം വേട്ടയ്ക്ക് പോകുന്നത് അതുപോലും നമ്മുടെ നാട്ടിൽ അനുവദിക്കപ്പെടുന്നില്ല. ആ രീതിയാണ് തിരുത്തപ്പെടേണ്ടത്, ആ രീതിയാണ് മാറേണ്ടത്. അതിനാവശ്യമായ ഇപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ, പെരുകിയിരിക്കുന്ന വന്യമൃഗങ്ങൾ, ഇവിടെ വനമൊന്നും നശിപ്പിക്കപ്പെടുന്നില്ല. ഇപ്പോൾ പഴയതുപോലെ വനത്തിൻ്റെ വിസ്തൃതി കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അപ്പോൾ വനം നശിപ്പിക്കപ്പെടാതിരിക്കുകയും വന്യമൃഗങ്ങൾ വേട്ടയാടപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു പുനർചിന്തനം അനിവാര്യമാണ്. ഇപ്പോഴാണ് ഈ നിയമം ഭേദഗതി ചെയ്ത് ജനങ്ങളെ രക്ഷിക്കേണ്ടത്. അതാണ് ആവശ്യം. ഓക്കെ, ശ്രീ പ്രദീപ് കുമാർ, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അവർ സൂചിപ്പിക്കുകയുണ്ടായി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിൽ വന്നപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. എല്ലാവരും ഈ ഒരു നിയമ ഭേദഗതി LDF ഒക്കെ അതിന് തിരുവനന്തപുരത്തെ സമരം വരെ നടത്തിയിരുന്നു അതിന് മുൻപായിട്ട്. അത്തരത്തിലുള്ള ഒരു വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ആവശ്യമായിരുന്നു വയനാടൻ ജനതയുടെ ഭാഗത്ത് നിന്ന്. ഇപ്പം ശ്രീ KLP ഒക്കെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അത്തരത്തിലൊരു വയനാടൻ ജനത പ്രതീക്ഷിച്ച ആ ഒരു സംഭവം ഉണ്ടായില്ല. അതിലൊരു പ്രതിഷേധമാണ് നേരത്തെ ശ്രീ AV ജയനൊക്കെ സൂചിപ്പിച്ചത്. എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നേരത്തെ ചേട്ടൻ ചോദിച്ച ഒരു കാര്യത്തിൽ കൂടെ BJPയുടെ സ്റ്റേറ്റ് ഘടകമോ ജില്ലാ ഘടകമോ അതിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം ചേട്ടനത് അങ്ങനെ കൃത്യമായിട്ട് BJPക്കാരെക്കാൾ കൃത്യമായിട്ട് ചേട്ടൻ അറിയാമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏറെ ബഹുമാനത്തോടു കൂടി തന്നെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു ഗോത്ര പാരമ്പര്യത്തിൽ ഭരിക്കുന്ന ഒരു സർക്കാർ ആയതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ KLP പറഞ്ഞത് ഇവിടെ ഉച്ചാലിൻ്റെ ഭാഗമായിട്ട് ആചാരത്തിൻ്റെ ഭാഗമായിട്ട് വയനാടൻ ഗോത്ര വിഭാഗങ്ങൾ ഉച്ചാൽ നടത്തിയിരുന്നു. അത് അനുവദിച്ചാൽ ഇവർ എതിർക്കില്ലേ? എതിർക്കില്ലേ? ഇരിക്കട്ടെ, ക്ഷമിക്കണം. ഞാൻ പറഞ്ഞ നിങ്ങൾ നേരത്തെ പറഞ്ഞ അനുവദിച്ചാൽ ഞങ്ങൾ എതിർക്കില്ല, ഞങ്ങൾ എല്ലാ പിന്തുണയും തരും. നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഗോത്ര സംസ്കൃതിയുടെ ഭാഗമായിട്ട് ഭരിക്കുന്ന ഒരു സർക്കാരാണ്. ശരിയാണ് സാർ. കാരണം എന്താണെന്നറിയോ? ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ, ഭൂഗോളത്തിൽ മാത്രമാണ് ജീവജാലങ്ങളുള്ളത്. 6,60,000 അതിലപ്പുറത്ത് ജീവജാലങ്ങളിൽ എല്ലാവരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വിവേക ബുദ്ധിയുള്ള മനുഷ്യന് മാത്രമാണുള്ളത്. വേറെ ആർക്കുമില്ല. മറ്റുള്ളവരൊക്കെ കാണുന്ന അവരുടെ ഭക്ഷണമായിട്ടോ അവരുടെ ഇരയായിട്ടോ അവരുടെ താമസത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ വിവേകമുള്ളത് മനുഷ്യനായതുകൊണ്ട് ഇവരെയൊക്കെ സംരക്ഷിച്ചാൽ മാത്രമാണ് ഈ ഭൂമിയിൽ മനുഷ്യന് സ്ഥിരമായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള വളർച്ച മനുഷ്യനെപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ നിയമത്തിൽ 11ാമത്തെ ഷെഡ്യൂളിലെ 2ാമത്തെ ഘടകമെന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതിൽ പറയുന്നുണ്ട്, മനുഷ്യനോ അവന്റെ ജീവനോ അവന്റെ കൃഷികൾക്കോ നാശമുണ്ടാകുന്നതിൽ അതിനെ വേട്ടയാടുന്നതിന് അവസരം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്റെ നിയമത്തിലില്ലേ അത്? അതെന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? അല്ല, ഈ വെടിവെക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത് നടപ്പാക്കുന്നില്ല? ഞങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കണില്ല? ഇപ്പൊ നോക്കൂ, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. എത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാർ നടപ്പാക്കിയിട്ടുണ്ട്?
തൊട്ടടുത്ത് നമ്മുടെ തിരുവമ്പാടിയിൽ നടപ്പാക്കിയല്ലോ, എൻ്റെ അവർ തല പോയി. അല്ല, വയനാട്ടിലും നടപ്പാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ബാക്കിയോട് നടപ്പാകില്ല? ഇപ്പോൾ ഇവിടെ പുൽപ്പള്ളിയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ, പന്നിയുടെ ഒക്കെ പ്രശ്നം പറയുന്നു. എന്തുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഭരണ കേന്ദ്രത്തിലിരിക്കുന്നവരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ പ്രതിനിധികളോ അതിന് ഏറ്റെടുക്കില്ല? ആ റിസ്ക് ഏറ്റെടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? എന്നിട്ട് കേവലം 10 വർഷമായിട്ട് ഭരിക്കുന്ന നരേന്ദ്രമോദി വന്നിട്ട് നിയമം മാറ്റിയില്ല, അല്ലെ അതിനു മുൻപുള്ള 60 വർഷക്കാലം മറന്നുകൊണ്ട് ഇതൊക്കെ അല്ല, ഈ ഒരു സമയത്താണല്ലോ ഇത് രൂക്ഷമായിരിക്കുന്നത്. ബിജെപിക്കും പറയാനുള്ളത്, ഏതൊരു സാഹചര്യത്തിലാണോ ഈ നിയമങ്ങളൊക്കെ മാറ്റി എഴുതേണ്ടത്? അങ്ങനെ ഒത്തിരി നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഒറ്റ ഉദാഹരണം അല്ല, താങ്കൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ ഒരു വിഷയം നമുക്കറിയാം. ഇപ്പോൾ 2 ആഴ്ചക്കിടെ 3 പേരെയാണ് കൊലപ്പെടുത്തിയത്. ഈ ദൃശ്യങ്ങൾ നമ്മളെല്ലാം CCTV വഴി കണ്ടത്. അത്രയും ഭീകരമായ ഒരു അവസ്ഥയാണ്. എന്നേക്കാൾ രാഷ്ട്രീയത്തിൽ പരിണത പ്രജ്ഞനായിട്ടുള്ള 2 ആൾക്കാരാ. ഒരു സംഭവം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് പിറ്റേ ദിവസം ഇവിടുത്തെ നിയമം മാറ്റി എഴുതാൻ കഴിയുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഈ ഇരിക്കുന്ന ഏതെങ്കിലും പ്രതിനിധികൾ പെട്ടെന്ന് മാറ്റി എഴുതണമെന്നല്ല എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതിൻ്റെതായ കാലമെടുക്കും, അത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒന്ന് പ്രതികരിച്ചോട്ടെ. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. നിങ്ങൾ പറഞ്ഞതിന് ഞാൻ പറയാം. ഞങ്ങൾ ഭൂപേന്ദ്ര യാദവ് വന്ന സമയത്ത് BJPയുടെ ആൾക്കാരുമായിട്ട് നേതൃത്വവുമായിട്ട് സംസാരിച്ച സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്ത് ചേഞ്ചാണോ വരുത്തേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ ആൾക്കാരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഒറ്റൊരു കാര്യം അതിനിടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ. ഈ വന നിയമം ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭൂപേന്ദ്ര യാദവുമായി BJP നേതൃത്വം സംസാരിച്ചിരുന്നോ? BJPയുടെ ജില്ലാ ഘടകവും സ്റ്റേറ്റ് ഘടകവും സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. അക്കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി? എന്തായിരുന്നു? ഏത് കാലത്തിനനുസരിച്ചാണോ നമ്മൾ അദ്ദേഹം പറഞ്ഞൊരു വാക്യം, ഏറ്റവും കൂടുതൽ ക്രൂഷ്യലായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുന്നവരാണ് വയനാട്ടുകാർ. ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പല ടൈഗർ റിസർവുകളിലും ആവശ്യത്തിന് ടൈഗറുകളില്ല, അവിടെ ഉൾക്കൊടുപ്പാകുന്ന അത്രയും ടൈഗറുകളില്ല. ഇവരെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനം ചെയ്യേണ്ടത് അവിടുന്ന് ഭൂപേന്ദ്ര യാദവ് വന്നിട്ടല്ല, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അറിയിക്കും. ഇത് എന്താ പറയുക, ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള അംഗീകാരം കൊടുത്തിട്ടുമുണ്ട്. അത്തരത്തിൽ ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ കുറവുള്ള സ്ഥലത്തേക്ക് മാറ്റണം. അത് ചെയ്യാം. അത് ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തമമായിട്ട് ബോധ്യപ്പെടുത്തേണ്ടത് ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനും ഇവിടുത്തെ എന്താ പറയുക വനം വകുപ്പിനുമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കാർക്ക് തർക്കം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൻ്റെ ഒരു ലോജിക്കും വസ്തുതയും ഇല്ലാതെ പോകുന്നത്, ഈ ഭൂപേന്ദ്ര യാദവ് ഇവിടെ വന്നു, ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി. അദ്ദേഹം വന്നത്, അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2005 UPA ഗവൺമെൻറ്, ഒന്നാം UPA ഗവൺമെൻറ് ഉണ്ടാക്കിയ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഉണ്ട്. ആ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റീൻ്റെ SOP പ്രകാരമാണ് രാജ്യത്ത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ SOPക്കകത്ത് പറയുന്നത്? ടൈഗർ പെരുകുന്ന പ്രദേശത്തിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് നയല്ലേ. അവിടുന്ന് അവിടെയാണ് മാറ്റേണ്ടത്. അതില് ജനങ്ങളെ മാറ്റണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് നയം. ഡോക്യുമെന്റ് എന്റെ കയ്യിലുണ്ട്, SOP അതാണ് പറയുന്നത്. നിങ്ങൾ മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള അദ്ദേഹം പറഞ്ഞു, ഈ 3 മരണം ഉണ്ടായപ്പോ ഈ 3 മരണത്തിന്റെ പുറത്ത് പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ ഒരു ബ്ലണ്ടർ ചോദ്യം ഉണ്ടായിരുന്നു. ഒരു മറുപടിയാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ വന്യമൃഗ ആക്രമണം നടക്കുന്നത് കേരളത്തിലല്ല, ഒറീസയിലാണ്, മധ്യപ്രദേശിലാണ്, മറ്റ് സംസ്ഥാനങ്ങളിലാണ്. നമ്മുടെ തൊട്ടടുത്ത ഗൂഡല്ലൂർ താലൂക്കിൽ തമിഴ്നാട്ടിലാണ്. എന്തേ ഈ ഭേദഗതി കേരളത്തിന്റെ മാത്രം പ്രശ്നമാണെങ്കിൽ അവിടെയൊന്നും ഇത് ഇടപെടൽ നടക്കാത്തത്? നമ്മുടെ ബത്തേരിയിൽ നിന്ന് 25 കിലോമീറ്റർ അപ്പുറത്തല്ലേ അംഗനവാടി പോയിട്ട് ഒരു കുട്ടീനെ അമ്മ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അമ്മേന്റെ കയ്യിൽ നിന്ന് 3 വയസ്സുള്ള കുട്ടീനെ പുലി കൊണ്ടുപോയത്? ആ പുലിയെ വെടിവെച്ചുള്ള തമിഴ്നാട്ടിൽ ഇല്ലല്ലോ. യാഥാർത്ഥ്യം ചർച്ച ചെയ്യണം. പറ്റിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനം പറഞ്ഞു പോകരുത്. യാഥാർത്ഥ്യം ചർച്ച ചെയ്യണം. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഈ നാഷണൽ ടൈഗർ കൺസർവേറ്റീവ് അതോറിറ്റി പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ ജനപ്രതിനിധികളടങ്ങുന്ന കമ്മിറ്റികൾക്കാണ് കടുവയെ എങ്ങോട്ട് മാറ്റണം, കടുവയെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള പവർ. 1. 2. CRPC 133F പ്രകാരം ഏതൊരു ആക്രമണകാരിയായ മൃഗത്തെയും കൊല്ലാൻ ഉത്തരവിടുവാൻ കളക്ടർക്ക് അധികാരമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം കോടതി ആ ഉത്തരവ് വളർത്തുമൃഗത്തിന് മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ പ്രതികരിച്ചില്ല? മറുപടി പറയാം, എനിക്കാണ് അവസരം ഉണ്ടെങ്കിൽ മറുപടി പറയാം. ഓക്കെ വളരെ പെട്ടെന്ന്. അതിൻ്റെ കൃത്യമറുപടി, മൂപ്പര് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വർത്തമാനമാണ് പറയുന്നത്.
നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ പിന്നെ ശുപാർശ പ്രകാരം ജനങ്ങൾ ഉൾപ്പെടുന്ന അല്ലെ ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന കമ്മിറ്റിക്കാണ് തീരുമാനം എന്ന് പറയുന്നത് ശുദ്ധ തെറ്റാണ്. ഡോക്യുമെൻ്റ് വെച്ച് അതിനെ പൊളിക്കാൻ തയ്യാറാണ്. കാരണം ഒരു കടുവ കുടുങ്ങിയാൽ ആ കമ്മിറ്റിക്ക് പ്രപ്പോസൽ അയക്കാനുള്ള അധികാരമാണ്. വെല്ലുവിളിക്കുന്നു, FRFനെ വെല്ലുവിളിക്കുന്നു. ആ കമ്മിറ്റിക്ക് പ്രപ്പോസൽ അയക്കാനുള്ള അധികാരമേ ഉള്ളൂ. അങ്ങനെ പ്രപ്പോസൽ അയക്കാനുള്ള അധികാരം സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് പ്രപ്പോസൽ അയച്ചാൽ ആ പ്രപ്പോസൽ അവർ പരിഗണിച്ച് അവരാണ് തീരുമാനിക്കേണ്ടത്. പ്രപ്പോസൽ അയക്കാനുള്ള അധികാരത്തെയാണ് ഈ കമ്മിറ്റിക്കാണ് അധികാരമെന്ന് FRF തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഡോക്യുമെന്റ് വെച്ച് ചർച്ച ചെയ്യാൻ 178 പേജുള്ള നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിന്റെ SOP വെച്ച് തന്നെയാണ് പറയുന്നത്. FRF അങ്ങനെയാണ്, ഈ കമ്മിറ്റിക്കാണ് അധികാരമെങ്കിൽ അത് നമുക്ക് കൃത്യമായ പൊതു ഡിബേറ്റിന് ഞാൻ തയ്യാറാണ്. ആളുകളെ പറ്റിക്കരുത് FRF. ഈ തർക്കങ്ങൾക്കൊക്കെ ഒരു വിഷയം കൂടി ഞാൻ പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വെക്കുക. ഇപ്പോൾ നമ്മുടെ പശ്ചിമഘട്ടവും അതേപോലെ തന്നെ വന്യമൃഗങ്ങളും വനവും ഒക്കെ സംരക്ഷിക്കണമെന്ന് ഏറ്റവും ശക്തമായി വാദിച്ചുകൊണ്ടിരുന്നയാളാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം ഈ വന്യമൃഗങ്ങളെ സംരക്ഷിച്ചേ പറ്റൂ, വനങ്ങളെ സംരക്ഷിച്ചേ പറ്റൂ, അത് നേരത്തെ പറഞ്ഞ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴുണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിന് ജനവാസ കേന്ദ്രത്തിൽ വന്ന് ഭീഷണി ഉയർത്തുന്നു എന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? പരസ്യമായി അദ്ദേഹം പറഞ്ഞു, ജനവാസ കേന്ദ്രത്തിൽ വരുന്ന വന്യമൃഗങ്ങളെ, കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം. ഹണ്ടിങ്, വനത്തിനകത്ത് പീരിയോഡിക്കലി ഹണ്ടിങ് അനുവദിക്കണം, വേട്ടയാടാൻ അനുവദിക്കണം. വേട്ടയാടുന്ന മൃഗങ്ങളുടെ മാംസം നാട്ടിലെ ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ഇത് പറഞ്ഞത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ ആളുകളോ അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകളോ മാത്രമല്ല, പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ് പറഞ്ഞത്. ഞാൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയോട് ഈ വാചകം തന്നെ പറഞ്ഞു. ഈ പറയുന്ന മാധവ് ഗാഡ്ഗിലിനെ പോലെയുള്ള ആളുകൾ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏത് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞാലും തൽക്കാലം ഞങ്ങൾ അതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞിരുന്ന മാധവ് ഗാഡ്ഗിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനവാസ കേന്ദ്രത്തിൽ വന്യമൃഗങ്ങൾ കടന്നു കയറി ആക്രമിക്കുന്ന സാഹചര്യത്തിൽ പുറത്തേക്ക് വന്ന് അങ്ങനെ ആക്രമിക്കുന്ന മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലണം, വനത്തിനകത്ത് ഹണ്ടിങ് അനുവദിക്കണം. ഹണ്ടിങ് നടത്തിയ ആ മൃഗങ്ങളെ, അതിൻ്റെ മാംസം ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമെന്ന് അദ്ദേഹം പറയണേ. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കാനായിട്ട്. തീർച്ചയായും. ശ്രീ സജീഷ്, താങ്കൾക്ക് അടുത്ത അവസരം തരാം. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നിയമ ഭേദഗതി വരുത്തേണ്ട കാര്യങ്ങൾ കർഷകരല്ല, ആര് നടത്തണം, അത് സമയാസമയങ്ങളിൽ നടത്തണം. ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാവുന്ന കുട്ടികളുടെ എണ്ണം 50. കേവലം തർക്കം എന്ന് പറയാതെ അതിന്റെ ഫാക്റ്റിനകത്ത് പോരായി ഉണ്ടെങ്കിൽ അതും കൂടി സാറ് ബോധ്യപ്പെടുത്തണം. കേവലം തർക്കം എന്ന് സ്വതന്ത്ര നിലപാടുള്ള ആളുകൾക്ക് പറയാം. ഈ തർക്കത്തിനകത്ത് ഫാക്റ്റ് തെറ്റുണ്ടെങ്കിൽ ഞാൻ ഇടപെട്ടാൽ നേരം നിങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മൾ തർക്കത്തിന് വിഷയമില്ല. ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ അതായത് 50 കുട്ടികൾ ഇന്ന് പഠിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ 100 കുട്ടികൾ ഇരുന്നാൽ എന്താ അവസ്ഥ? അതാണ് ഇപ്പോൾ നമ്മുടെ കാട്ടിലെ അവസ്ഥ. അതുകൊണ്ട് കാട്ടിൽ നിന്ന് പരമാവധി മൃഗങ്ങൾ നിർത്തി നാട്ടിലേക്ക് മൃഗങ്ങൾ ഇറങ്ങാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വരണം. അതിനുള്ള നിയമം ഉണ്ടാക്കണം. നമുക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു, പറ്റുമെങ്കിൽ ഇത് അംഗീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് വരണം. അതായത് വയനാടൻ ജനത ഇന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് പരിഹാരമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാടും നാടും വേർതിരിച്ചേ മതിയാകൂ. കാടും നാടും വേർതിരിക്കാനുള്ള സംവിധാനം ഉടനെ ഉണ്ടാക്കണം. കർഷക ജനതയോടുള്ള ഈ നീതി നിഷേധം ആരാണോ അവസാനിപ്പിക്കേണ്ടത്, അത് നീതിപീഠമാണോ രാഷ്ട്രീയമാണോ ആരാണെങ്കിലും അതിനുള്ള പ്രതികരണം. ഇതിൽ എനിക്ക് ഇടപെട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു കാടും നാടും വേർതിരിക്കുക, വയനാട്ടുകാർ ഇനി ആ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കുറേ കാലമായി പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമാണത്. അതിനുള്ളൊരു നടപടികളിലേക്ക് കൃത്യമായിട്ട് പോകുന്നില്ല. അതിന് പോകണം. ഫണ്ട് ഉണ്ടല്ലോ. അതായത് ഇത്രയും കാലമില്ലാത്തൊരു പ്രശ്നങ്ങൾക്ക് ഈ അടുത്ത നാൾ, ഈ 10-70 വർഷമായിട്ട് ഇപ്പം ഈ അടുത്ത കാലത്ത് എന്താ ഉണ്ടായത്? കാട് കാടായി നിൽക്കട്ടെ, നാട് നാടായി നിൽക്കട്ടെ. ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് നാട്ടിലേക്ക് ഞാൻ നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കുന്ന വസ്തുതയെ നഷ്ടപ്പെടുത്താനും പിന്നെ ഉന്മൂലനം ചെയ്യാനും വന്നാൽ അവയെ കൊല്ലുക എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പ്രയോഗിക്കുന്നില്ല. ഉന്മൂലനം ചെയ്യുവാനുള്ള സാഹചര്യം കർഷകനുണ്ടാകണം. ഗ്രാമപ്രദേശങ്ങൾ ജീവിക്കണ്ടേ? ജീവിതം വേറെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, മയക്കുവെടിയല്ല ആവശ്യം.
അതായത് വെടിവെച്ച് കൊല്ലേണ്ട ജീവികളെ നമ്മൾ വെടിവെച്ച് കൊല്ലുക തന്നെ ചെയ്യണം. അത് കുരങ്ങായാലും ആനയായാലും എന്താണെങ്കിലും. ഇപ്പോൾ ഒരു ജീവിയെ പിടിക്കാൻ വേണ്ടിയിട്ട് 1 മാസമായി 15 ദിവസമായി എത്രമാത്രം പണമാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത്. ഇതൊക്കെ ആരുടെ കാശാണ്? നമ്മുടെയൊക്കെ നികുതി പണമല്ലേ. അതുകൊണ്ട് നമ്മൾ പറയുക, ഈ വനത്തിൽ ജീവികൾക്ക് ജലവും ഭക്ഷണവും ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകണം. അതുപോലെ വനത്തിൽ ഇല്ലി, മുള, അതുപോലെ ഫലവൃക്ഷ തൈകൾ ഇവയെല്ലാം വെച്ച് പിടിപ്പിക്കാൻ സംവിധാനം ഉണ്ടാകണം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഏതാണ്ട് ഒരു 50 വർഷത്തോളമായിട്ട് സാമൂഹ്യ വനവൽക്കരണം, വനമഹോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് ജൂൺ 1 ആകുമ്പോഴേക്കും പരിസ്ഥിതി ആഘോഷിക്കാൻ 5-ാം തീയതിക്ക് വേണ്ടിയിട്ട് സ്കൂളുകളുടെ മുറ്റത്ത് മുഴുവൻ തൈകൾ കൊണ്ടിറക്കും. ഇനി ആ പ്രോഗ്രാം ഒന്നും വേണ്ട. എന്തിനീ പണം മുഴുവൻ അടിച്ചു മാറ്റുന്നു? ഈ കബനി നദിയുടെ തീരത്തും വെച്ചിരുന്നു. യെസ്, അത് പിടിക്കട്ടെ, തീരങ്ങളൊക്കെ പിടിച്ചോട്ടെ, ഇല്ലി മുളയൊക്കെ പിടിക്കട്ടെ, അവിടെ ജീവജാലങ്ങളൊക്കെ വന്ന് തിന്നും ഉണ്ടും ഉറങ്ങിയും ഭക്ഷിച്ചും പോകട്ടെ. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ കർഷകരോടുള്ള നിഷേധാത്മകമായ നിലപാട് എന്തായാലും നമ്മൾ ഇന്ന് ജനം ഭയത്തിലാണ്. അത് പ്രതികരിച്ച ശേഷം നഷ്ടപ്പെട്ടു, പ്രതികരിക്കാൻ പേടിയാണ്. ഇന്ന് കൂട്ടം കൂടി പ്രശ്നങ്ങളുണ്ടായി മുദ്രാവാക്യം കൂടി പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പേടിയാണ്. ജനങ്ങൾ ഭീതിയിലാണ്. അപ്പോൾ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയേ മതിയാകും. തീർച്ചയായിട്ടും. ഓക്കെ, സിജേഷ്, താങ്കളുടെ അഭിപ്രായം കൂടെ. ഇത് നമ്മുടെ പോളേട്ടൻ മരണപ്പെട്ട സമയത്ത് ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ചേർന്നൊരു ഹർത്താൽ ആഹ്വാനം ചെയ്തപ്പോൾ. കാരണം ആ ഹർത്താൽ ആഹ്വാനം ചെയ്ത് അതിൻ്റെ പുറകിലുള്ള മറ്റു കാര്യങ്ങളൊന്നും ഞാൻ കിടക്കുന്നില്ല. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ഈ വയനാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നു എന്നൊരു പ്രതീക്ഷ, ആ പ്രതീക്ഷേൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ പ്രതിഷേധ പരിപാടിയിൽ അത്രയേറെ ജനങ്ങൾ പങ്കെടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ്, ആ ഹർത്താൽ കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരുക. വയനാട് ജില്ല ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു ഏകോപനം. വയനാട് ജില്ലയുടെ പ്രശ്നങ്ങൾക്കൊരു ഏകോപനം നടത്തുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാർഗത്തിലൂടെ യാത്ര ചെയ്യുന്നു. അതിൽ സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ, കേരളത്തിലും കേന്ദ്രത്തിലും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് എന്ന നിലയിൽ അവരുടെ ഭാഗത്തു നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നത്, ഈ വയനാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, വയനാട് ജനങ്ങൾ ആ കാലാകാലങ്ങളിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നെഞ്ചിലേറ്റിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. വയനാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും എതിർപ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പോൾ ലോകസഭയിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്താൽ നിയമസഭയിൽ ചിലപ്പോൾ ഇടതുപക്ഷനെ സപ്പോർട്ട് ചെയ്യും, ഗ്രാമപഞ്ചായത്തിൽ ചില BJPനെ സപ്പോർട്ട് ചെയ്യും. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ നാടിന് ആവശ്യമാണ്. ഈ എല്ലാ പരിവർത്തനങ്ങളും ഉണ്ടാകുന്നതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതിയായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിൽ. അത് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വയനാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണിത്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച്, നമ്മളാണ് ഇവിടുത്തെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ചിലപ്പോൾ വയനാട്ടിലെ ഈ ഇവിടുത്തെ ആളുകൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ ഇവിടെയുള്ള ആളുകൾ നേതാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ BJPയുടെയും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒക്കെ നേതാക്കന്മാരുണ്ട്. ഇവരൊരുമിച്ചിരുന്നിട്ട് ഏതൊക്കെ തരത്തിലാണ് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുമായി സംസാരിച്ച് വയനാട്ടിൽ എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. ഇപ്പോൾ നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും ഇവിടുത്തെ മരണസംഖ്യയുടെ ഗ്രാഫ് എടുത്താൽ ഓരോ വർഷം കൂടുന്തോറും ഗ്രാഫ് ഉയർന്നു വരിക. അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ വലിയൊരു സമരം നടത്തി അവർക്ക് നഷ്ടപരിഹാരം കിട്ടണ്ട എന്നല്ല, നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കുന്നതിനപ്പുറം ഇനി ഒരാൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ നടക്കണം. പിന്നെ രണ്ടാമത്, ഞങ്ങൾ സേവ് പുൽപ്പള്ളി ഇവിടെ വരാനുള്ള കാരണം കടമാന്തോട് ഡാം പദ്ധതി എന്നതുകൊണ്ടാണ്. നമുക്ക് 2 ഡാമുണ്ട്, മൂന്നാമതൊരു ഡാം ജനവാസ മേഖല ശുഷ്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വനത്തിൻ്റെ വിസ്തൃതിയിൽ ഒരു കാര്യമായ കുറവ് വന്നിട്ടില്ല. ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാതെ ജനങ്ങൾ തിങ്ങിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ വന്യമൃഗങ്ങൾ കൂടി വരുന്നത്. നേരത്തെയൊക്കെ വന്യമൃഗങ്ങളുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തും നമ്മളും വയനാട്ടിലേക്ക് നമ്മുടെ അച്ഛനൊക്കെ കയറി വന്നതാണ്. അന്നും വന്യമൃഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ വന്യമൃഗങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് മാറാനും അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള കഴിവ് അന്ന് ആളുകൾക്കുണ്ടായിരുന്നു. അന്ന് വന്യമൃഗങ്ങൾ ഇത്രയേറെ അക്രമകാരികളായിരുന്നില്ല. ഒരു 10 വർഷം മുമ്പ് വരെ ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ ജനങ്ങളും സമരം നടത്തിയത് അവൻ്റെ കൃഷി നശിപ്പിച്ചതിനെതിരായ, വന്യമൃഗങ്ങളെതിരെ ഇറങ്ങി അവൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ നശിപ്പിച്ചതിന് പേരിൽ സമരം നടത്തി. അതിനുശേഷം ഒരു 5 വർഷം മുമ്പ് വരെ നമ്മൾ വളർത്തുമൃഗങ്ങളെ വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ പേരിലാണ് സമരം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിരന്തരമായി നടക്കുന്ന സമരം എന്താ? ഇവിടുത്തെ ഓരോ കർഷകൻ്റെയും ജീവൻ ഓരോ ദിവസവും വന്യമൃഗങ്ങളാൽ ബലി ചെയ്യപ്പെടുന്നതിൻ്റെ പേരിലാണ് സമരം നടത്തുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വളരെയേറെ ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. ഓരോ ദിവസവും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ പുറത്തിറങ്ങാൻ ഭയമാണ്, വീടിനകത്ത് പോലും ഇരിക്കാൻ ഭയമാണ്. ഇന്നലെ പുൽപ്പള്ളിയിൽ താഴെങ്ങാടിയിൽ ഒരു ചേച്ചി, അതിലത്തെ വസ്തുത നമ്മൾക്കറിയില്ല, ഒരു കടയടച്ച് പോകുന്ന സമയത്ത് പുലിയെ കണ്ടു, വണ്ടി എടുക്കുന്ന സമയത്ത് കടുവ വട്ടം ചാടി എന്നാണ് പറയുന്നത്. ആ തരത്തിൽ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നു.
അപ്പോൾ ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട രാഷ്ട്രീയ അതിനോടൊപ്പം ചേർന്ന് നിൽക്കണം. ഇവർ പരസ്പരം കുറ്റം പറയുകയല്ല, പരസ്പരമുള്ള പോരായ്മകൾ പരിഹരിച്ച് ജനങ്ങളോട് ചേർന്ന് നിന്ന് ഈ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതിനേറെ പങ്കുണ്ട്. അത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടത് അതിലേക്ക് രാഷ്ട്രീയമൊക്കെ കലർന്നെങ്കിലും നമുക്ക് വേണ്ടത് ഇവരുടെയൊക്കെ സന്ദർശനത്തിന് ശേഷം ഇനി വയനാട്ടിലുള്ളവർ പ്രതീക്ഷിക്കുന്നതും അത്തരമൊരു കാര്യം തന്നെയാണ്. നിർഭയമായി പുറത്തിറങ്ങുക. ഈ ഭാഗത്തുള്ളവരാണെങ്കിൽ പലപ്പോഴും ഇന്നലെ പറഞ്ഞതുപോലെ ആ സംഭവം വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നിർഭയമായി ആളുകൾക്ക് രാത്രിയായാലും പകലായാലും പുറത്തിറങ്ങണം. അവരുടെ കാർഷിക വിളകൾ പറിക്കണം. സാധാരണക്കാർക്ക് തോട്ടങ്ങളിൽ കൃഷിയിടങ്ങളിലൊക്കെ പണിക്ക് പോകണം. മറ്റുള്ളവർക്ക് ടൗണുകളിലേക്ക് പോകണം. ഇതിനുള്ള ഒരു സ്വാതന്ത്ര്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് വന്യമൃഗങ്ങളെ ഭയന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യമെന്ന് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് കടക്കുമോ? എന്തായിരിക്കും ഇനിയുള്ള നാളുകളിൽ വയനാടൻ ജനത പ്രതീക്ഷിക്കേണ്ടത്? നമുക്ക് ഒരു യോജിച്ച പ്ലാറ്റ്ഫോം വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വയനാടൻ ജനതയുടെ അതിജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോജിച്ച പ്ലാറ്റ്ഫോം നിർബന്ധമായിട്ടും വേണം. ബഹുമാനപ്പെട്ട പൗലോസ് സാറ് 8 വയസ്സിൽ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിൻ്റെ അത്തരം രാഷ്ട്രീയ അനുഭവം ഉള്ള ഒരാളല്ല ഞാൻ, വളരെ ചെറിയ അനുഭവമേ ഉള്ളൂ. എന്നാൽ പോലും 10-30 വർഷക്കാലത്ത് എൻ്റെ ചെറിയ രാഷ്ട്രീയ അനുഭവത്തിനിടയിൽ ഞാനൊക്കെ യുവജന സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് എൻ്റെ പഞ്ചായത്തിൻ്റെ വാകേരി പോലുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ രാത്രി യോഗവും കഴിഞ്ഞിട്ട് ഒരു ചിരട്ടയും മെഴുകുതിരിയും പിടിച്ച് വീട്ടിലേക്ക് നടന്നു പോരുമ്പോൾ ഒരു കാട്ടുപൂച്ചയെ പോലും കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതേപോലെ ഒരു 6 മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നിങ്ങൾ എവിടെ എത്തി, പോകുന്ന ബൈക്കാണോ എടുത്തത്, കാറാണോ എടുത്തതെന്ന് അന്വേഷിക്കുന്ന സാഹചര്യത്തിലേക്ക് വയനാടൻ ജനത എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ എന്താ? ഇത് എണ്ണത്തിൽ പെരുകി. അവിടെയാണ് സാറ് പറഞ്ഞതിൻ്റെ പ്രാധാന്യം. ഈ എണ്ണത്തിൽ പെരുകിയതിനെ നിയന്ത്രിക്കണം. എണ്ണത്തിൽ പെരുകിയതിനെ നിയന്ത്രിക്കണമെങ്കിൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾക്കും അതിന് അധികാരമില്ല. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അധികാരം. അപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ KLP ഉൾപ്പെടെ കളക്ട്രേറ്റിൽ നിന്ന് കണ്ട് ബഹുമാനപ്പെട്ട ഭൂപേന്ദ്രനാഥിനോട് സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് എന്ന് പറഞ്ഞല്ലോ. അതിനാണ് ഒന്നാമത് തിരുത്തൽ വരേണ്ടത്. ഇതിനെ എണ്ണത്തിൽ പെരിയ സാധനത്തിനെ മനുഷ്യൻ്റെ അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിനും അല്ലാത്തതിനെ നിയന്ത്രിക്കുന്നതിനും നമ്മുടെ രാജ്യത്ത് സംവിധാനം ഉണ്ടാവണം. കുട്ടികളെ പട്ടി കടിച്ചിട്ട് നമ്മൾ എത്ര വീഡിയോ കണ്ടിട്ട് എല്ലാവരും വളരെ പ്രയാസത്തോടുകൂടി നോക്കിക്കണ്ടതാണ്. ആ പട്ടിയെ കൊല്ലുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല. എന്താ വിഷയം? മനേകാ ഗാന്ധിയെ പോലുള്ള പ്രകൃതി സ്നേഹികൾ സുപ്രീം കോടതിയിൽ പോയി ഇതിന് ഉത്തരവിട്ട പഞ്ചായത്തും അല്ലെ ഗവൺമെൻറ്റും പ്രതിക്കൂട്ടിലാവും എന്നുള്ളതാണ് സാഹചര്യം. ഇത് പരിഹരിക്കണം. ഇത് പരിഹരിക്കുന്നതിന് വസ്തുതാപരമായ നിയമങ്ങൾ മനസ്സിലാക്കാതെ, ഞാൻ വീണ്ടും പറയുന്നു, FRFിനോട് മറ്റു അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ടല്ല, കുരുടൻ ആനയെ കണ്ടതുപോലുള്ള സമീപനം അല്ല ഇതിനകത്ത് വേണ്ടത്. കാലെ പിടിച്ചോൻ തൂണ് പോലെയാണെന്നും തുമ്പിക്കയ്യെ പിടിച്ചോൻ കയറ് പോലെയാണെന്നുള്ള സമീപനം അല്ല പറഞ്ഞു. ഞാനൊരു ലെറ്റർ വായിക്കാം. ഈ 19/5/2023 പിന്നെ നമ്മളെ ഒരു DFO R രാജേഷ് IFS എന്ന് പറഞ്ഞ DFO കോട്ടയം കളക്ടർക്ക് കൊടുത്തൊരു കത്താണ് എൻ്റെ കയ്യിലുണ്ട്. ആ കത്തിനകത്ത് പറയുന്നത് കോട്ടയത്ത് എരുമേലിയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ കൊല്ലുന്നതിന് വേണ്ടി ഈ കലക്ടർ CRPC, അദ്ദേഹം പറഞ്ഞ CRPC 133 പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ പുറപ്പെടുവിച്ച ഉത്തരവിന് 2ാമത്തെ ദിവസം DFO കൊടുത്ത മറുപടിയാണ്, നിങ്ങളുടെ ഉത്തരവ് 972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല, അടിയന്തരമായിട്ട് പിൻവലിക്കാത്ത പക്ഷം നിങ്ങളുടെ പേരിൽ ഫോറസ്റ്റ് വകുപ്പിന് നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്ത കത്തിൻ്റെ കോപ്പിയാണിത്. ആ കത്ത് കിട്ടിയപ്പോൾ കലക്ടർ ഉത്തരവ് പിൻവലിച്ചു. അത് മനസ്സിലാക്കാതെയാണ് ഈ FRFിനെ പോലെ കിഫയെ പോലുള്ള ആളുകൾ പറയുന്നത് CRPC 133F പ്രകാരം വെടിവെക്കാമെന്ന് പറയുന്നത്. അങ്ങനെ കൊടുത്ത ഉത്തരവാണ് പിൻവലിച്ചത്. DFOൻ്റെ നോട്ടീസ് പ്രകാരം കളക്ടർക്ക് പിൻവലിക്കേണ്ടി വന്നു. പ്രശ്നം കേന്ദ്ര നിയമമാണ്. ആ കേന്ദ്ര നിയമം കാലാനുസൃതമായ ഭേദഗതി അനിവാര്യമായി നടപ്പിലാക്കുകയും സംസ്ഥാന ഗവൺമെൻറ് ഇടപെടാൻ കഴിയാവുന്ന രൂപത്തിൽ ഇടപെടുകയും. ഇത് കൺകറൻ്റാണ്. വനം കേന്ദ്രത്തിൻ്റെ കൂടെ സഹായം വേണം. 620 കോടി രൂപയുടെ ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് 2023 നവംബർ 22 വനം വകുപ്പ് മന്ത്രി കേന്ദ്രത്തിന് കൊടുത്തിട്ട് കേന്ദ്ര നിഷ്കരണം അത് നിരസിച്ചിട്ട് അവർ പറഞ്ഞത് നല്ല പ്രൊജക്റ്റാണ്, ഫണ്ട് നിങ്ങൾ കണ്ടെത്തിക്കോണം എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു. ആ മറുപടി കൊടുത്തതിൻ്റെ ഭൂപേന്ദ്ര യാദവ് കൊടുത്ത മറുപടീൻ്റെ ലെറ്റർ, സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത മറുപടി കത്താണിത്. ഇതിനകത്ത് പറയുന്നുണ്ട് നല്ല പ്രൊജക്റ്റാണ്, നിങ്ങളത് മടക്കണമെന്ന്. ഇതിൻ്റെ കോപ്പി പറഞ്ഞ കത്താണ്. താങ്കൾ എന്താ അതുമായി ബന്ധപ്പെട്ട് ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നത്, എനിക്ക് ഓർമ്മയില്ല, ഞാൻ കേൾക്കുന്നു, കാണുന്നു, കേട്ടിരിക്കുന്നു എന്നും പറഞ്ഞതല്ല. ഞാൻ ഡോക്യുമെന്റ് വെച്ചാ പറയുന്നത്. ഇതിന്റെ കോപ്പി തരും. അടിയന്തരമായി പരിഹാരത്തിന് മാർഗമാണ്. അതിന് BJPയുടെ കേന്ദ്ര ഭരണത്തിലുള്ള സ്വാധീനവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൂടി സംയുക്തമായി കേന്ദ്രത്തിൽ ഇടപെടുന്നതിന് വേണ്ടി സാധിക്കണം. അതിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക്. ഈ വയനാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കൂടി നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് നമ്മുടെ കടുവകൾ ധാരാളമുള്ള ഒരു വനമാണ്.
അവിടെ ശാസ്ത്രജ്ഞർ പറയുന്നത് കടുവകൾക്ക് പെറ്റുപെരുകുന്നതിന് അനുയോജ്യമായ കാലാവസ്ഥയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കടുവകളുടെ എണ്ണം കൂടുന്നത്. അതിന് പുറമേയുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ തമിഴ്നാട് കർണാടകയുടെ അതിർത്തി പങ്കിടുകയാണ്. ബന്ദിപ്പൂർ കടുവാ സങ്കേതമുണ്ട്, മുതുമല കടുവാ സങ്കേതമുണ്ട്, നാഗർകോളയിൽ കടുവ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക് യഥേഷ്ടം വരികയാണ്. ഇങ്ങനെ വന്നു ചേരുന്ന കടുവകൾ വയനാട് വന്യജീവി സങ്കേതത്തിലെല്ലാം കൂടി വന്നിട്ട് ജനവാസ കേന്ദ്രത്തിലേക്ക് വരികയാണ്. ഞാൻ എത്രയോ സന്ദർഭങ്ങളിൽ ബന്ധപ്പെട്ട അധികൃതരോട് പറഞ്ഞു, ഈ വയനാട് വന്യജീവി സങ്കേതത്തിൽ ഇത്രയേറെ കടുവകളും ആനയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യമുള്ളതുകൊണ്ട് ഇതിൻ്റെ അതിർത്തി ജനവാസ കേന്ദ്രവുമായി പങ്കിടുന്ന ഈ ജനവാസ കേന്ദ്രം വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തി, ഈ അതിർത്തിയിൽ അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാൽ നമുക്ക് കുറേ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഒരു യോഗത്തിൽ എന്നോട് പറഞ്ഞത്, അതിന് വയനാട് വന്യജീവി സങ്കേതത്തിനകത്ത് ചില സ്ഥലത്തൊക്കെ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ആ താമസിക്കുന്ന ജനങ്ങളെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ സംയുക്തമായി ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് ഉണ്ട്, പുനരധിവസിപ്പിക്കുന്ന പ്രോജക്റ്റ്. സ്വയം സന്നദ്ധ പുനരധിവാസം പല ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ മാറ്റിയിട്ടുണ്ട്. അവരെ അങ്ങനെ മാറ്റി താമസിപ്പിച്ചുകൊണ്ട് ഈ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ജനവാസ കേന്ദ്രവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് നമ്മുടെ വനം വകുപ്പും ഇനി കേന്ദ്രത്തിലെ നിയമമൊക്കെ മാറി വരുന്നതിന് മുമ്പ് തന്നെ വലിയ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും ഉണ്ടാക്കിയാൽ കടുവയുടെയും ആനയുടെയും ഒക്കെ കടന്നുകയറ്റം കുറേ നിയന്ത്രിക്കാൻ സാധിക്കും. അതിനുള്ള നടപടി വേണമെന്ന് പറഞ്ഞിട്ട് അതും ഉണ്ടാകുന്നില്ല. ബഹുമാനപ്പെട്ട കലക്ടർ അധ്യക്ഷത വഹിക്കുന്ന DDC മീറ്റിങ്ങിൽ 3 മീറ്റിങ്ങുകൾ തുടർച്ചയായി ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചു. പക്ഷേ അതിന് നടപടി ഉണ്ടാകുന്നില്ല. ഈ സ്വയം സന്നദ്ധ പുനരധിവാസം കൊട്ടങ്കര ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകളെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 100% ആയിട്ടില്ല. ഇപ്പോഴും അതിന് കലക്ടർ പറയുന്ന കാരണം ഇങ്ങനെ വനത്തിനകത്ത് പല സ്ഥലത്തും ഇപ്പോഴും ആളുകളുണ്ട്, അവരെ അവിടെ നിന്ന് അതാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. അവരെ മാറ്റിപ്പാർപ്പിക്കണം, അവരെ പുനരധിവസിപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ പ്രതിരോധ സംവിധാനം ശക്തമാക്കണം. ശ്രീ പ്രദീപ് കുമാർ, ഇനി വയനാട്ടിൽ നിന്നല്ല ഒരിടത്തും വന്യജീവിയുടെ ഒരു ആക്രമണം കൊണ്ട് ഒരാൾ പോലും കൊല്ലപ്പെടാനോ ഒരു കുടുംബം പോലും നിരാലംബരാവാനോ പാടില്ല എന്ന് തന്നെയാണ് ഈ വയനാട്ടിലെ ഊണ് കഴിക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹം ഉണ്ടാവുക. അതിനോടൊപ്പം തന്നെയാണ് BJP എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വിചാരിക്കേണ്ട കാര്യമില്ല. 1-2 കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കും. ഇപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട KLP പറയുകയുണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട, അതൊന്നും നടപ്പിലാക്കി ചെയ്യില്ല എന്ന അർത്ഥത്തിൽ ഭൂപേന്ദ്ര യാദവ് സംസാരിച്ചു എന്ന് പറയുന്നത് കിട്ടും. പക്ഷേ എനിക്കൊരു സംശയം, അതിൽ അത്തരത്തിലൊരു കേന്ദ്രമന്ത്രി പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ അത് വയറിലെ ഹൈലൈറ്റ് ചെയ്ത് അതൊരു ബ്രേക്കിംഗ് ന്യൂസാക്കി മാറ്റില്ലേ? ഇവിടെ CPM-ന്റെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം ഇവിടെ ശശിയേട്ടനൊക്കെ വളരെ ഗംഭീരമായിട്ട് സംസാരിച്ചു. അത്തരത്തിലൊരു വാക്ക് പറഞ്ഞില്ല. സ്വകാര്യമല്ല. ബഹുമാനപ്പെട്ട കലക്ടറുണ്ടായിരുന്നു, 2 MLA-മാരുണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്ത് ഞാൻ പറയട്ടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, 3-4 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിരുന്നു, ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. എല്ലാവരുടെയും ചർച്ച കഴിഞ്ഞ് ഞാനടക്കമുള്ള ഈ ആവശ്യം, ഈ ഹണ്ടിങ് അനുവദിക്കണം, അതേപോലെ തന്നെ ഈ നിയമം ഭേദഗതി ഹണ്ടിങ്, ആ എല്ലാ ചർച്ചയും കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ പേര് ആദ്യം പറഞ്ഞു, മിസ്റ്റർ പൗലോസ്, അങ്ങനെ തന്നെയാണ് പറഞ്ഞു. ഇവരൊക്കെ കേൾക്കുന്നുണ്ട്, സ്വകാര്യമായി ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചതല്ല, ഇവരൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഹണ്ടിങ് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് അസന്നിഗ്ധമായി എൻ്റെ പേരെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് സ്വകാര്യമല്ല, ഇവരെല്ലാം കേട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഹണ്ടിങ് എന്നുള്ള വാക്കിനുള്ള പ്രശ്നമാണത്. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ പക്ഷേ നിയമത്തിൽ ഭേദഗതി വരുത്തില്ല എന്നൊരു കാര്യവും പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ഓക്കെ തിരിച്ചു വരാം. ഞാൻ പറഞ്ഞത് അല്ല, നിയമ ഭേദഗതിയെ സംബന്ധിച്ച് മാധ്യമങ്ങളൊക്കെ വാർത്ത ചെയ്ത് ഞങ്ങൾ ഉൾപ്പെടെ കൊടുത്തത് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. ചിന്തിച്ചിട്ടില്ല, ഇനി ചിന്തിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇടപെടാൻ കഴിയുക. അല്ലാതെ ഇനി ഇതിൽ അപ്പുറത്തേക്ക് നാളെ ആന പിടിക്കും, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നിയമം മാറ്റാമെന്ന് ഏതെങ്കിലും ഭരണാധികാരി ഇന്ത്യയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ നിയമം മാറ്റം വരുത്തണം, അതിനു വേണ്ടി തന്നെ ചേർന്ന് നിൽക്കണമെന്ന്. ഒറ്റ കാര്യം കൂടെ താങ്കളുടെ ഈ ഒരു ചർച്ചയിൽ തന്നെ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു വിഷയത്തിന് ശേഷം മന്ത്രി തിരികെ പോയി. ഇപ്പോഴും വയനാട്ടിൽ വന്യമൃഗശല്യം നിർബാധം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും താങ്കൾ പറഞ്ഞതുപോലെ പല ഭാഗങ്ങളിലുമുണ്ട്. ഈ ഒരു സന്ദർശനത്തിന് ശേഷം കൃത്യമായി പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടാവില്ല. ഈ മന്ത്രിമാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇനിയും BJP ഇത്തരത്തിൽ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജില്ലാ ഘടകമായാലും സംസ്ഥാന ഘടകമായാലും
കേന്ദ്രത്തെ അറിയിക്കുമോ? തീർച്ചയായിട്ടും അതൊരു സംശയം വേറെക്കേണ്ട കാലം. BJP എന്ന ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയാണ്. തീർച്ചയായിട്ടും കർഷകരുടെ കൂടെ നിൽക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് തന്നെ BJPയോട് ചേർന്ന് നിൽക്കുമ്പോൾ BJP അത്തരത്തിലുള്ള നിലപാടെടുക്കും. എനിക്കൊരു 1-2 കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ട് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്, ഒന്ന്, നമ്മുടെ ഈ നാടിൻ്റെ പേര് തിരികെ കൊണ്ടുവരണം. വയനാടിനെ വയൽനാടാക്കി തിരികെ കൊണ്ടുവരണം. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമൊന്നിച്ച് ഈ മാനന്തവാടി ഭാഗത്തൂടെ യാത്ര ചെയ്യാൻ ഒരവസരം കിട്ടി. യാത്ര ചെയ്യുന്ന സമയത്ത് തോൽപ്പെട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് കാട്ടിക്കുളം കഴിഞ്ഞ് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ആ തേക്കിൻകാട്ടിലെത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു ആന പോട്ടൊരു അട്ട പോലും ആ തേക്കിൻകാട്ടിൽ നിൽക്കില്ല. ആരാണ് ഇവിടുത്തെ സ്വതജന്യമായിട്ടുള്ള മുളങ്കൂട്ടങ്ങളെയും സാമാന്യമായിട്ടുള്ള മരങ്ങളെയും മുറിച്ചു മാറ്റിയിട്ട് ഇവിടെ തേക്ക് വെച്ച് പിടിപ്പിച്ചത്? ഇവിടെ തേക്കിൻ്റെ പ്ലാന്റേഷൻ ഉത്തരവുണ്ട്. അതേപോലെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇവിടെ വനത്തിൻ്റെ വിസ്തൃതിയൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ പറഞ്ഞ സമയത്ത് ഒരു കാര്യം കൂടി നോക്കൂ. 2102 ചതുരശ്ര കിലോമീറ്ററുള്ള വയനാട്ടിൽ സംരക്ഷിത വനം എന്ന് പറയുന്നത് 782 ചതുരശ്ര കിലോമീറ്ററാണ്. ബാക്കി മുഴുവൻ ഫോറസ്റ്റ് വന്നിട്ടുള്ളത്, ഫോറസ്റ്റിൻ്റെ കണക്കിൽപ്പെടുത്തി വന്നിട്ടുള്ളത് തേക്ക് പ്ലാന്റേഷനും സിൽവർ ഓക്ക് പ്ലാന്റേഷനുമാണ്. ഈ തേക്ക് പ്ലാന്റേഷനിൽ ഏത് കാലത്ത് ചേട്ടാ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ കൊടിയ വേനൽക്കാലത്ത് ഏത് തേക്കിൻ ചുവട്ടിലാണ് ഒരാന നിൽക്കുക? സാധിക്കില്ല അതിന്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത്, ആ തേക്കിൻ കാടിൻ്റെ തൊട്ടപ്പുറത്ത് സുന്ദരമായിട്ടുള്ള പ്ലാവും കാപ്പിയും ഒക്കെ മാവും ഒക്കെ നിൽക്കുകയാണെങ്കിൽ ആന അങ്ങോട്ട് വരും. കാരണം ആനയ്ക്ക് അറിയില്ല ഇത് ഫോറസ്റ്റ് ആണോ, ഇതിൻ്റെ അപ്പുറത്തേക്ക് തോമസിൻ്റെ ആണോ, പൗലോസിൻ്റെ ആണോ, നാരായണൻ്റെ ആണോ, റഹ്മാൻ്റെ ആണോ എന്നറിയില്ല. ആന അങ്ങോട്ട് വരും. അതിന് സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ളതാണ് ഇടമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും തനതായിട്ടുള്ള ഫോറസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ എന്താ സാറ് പറഞ്ഞതുപോലെ, ഇവർ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് മുള വെച്ച് പിടിപ്പിക്കണം. നോക്കൂ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ കണ്ടതാണ്, എനിക്ക് അതിൻ്റെ വ്യക്തത അറിയില്ല, ഒരു ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. BJP ഭരിക്കുന്ന ജാർഖണ്ഡിൽ, മറ്റ് BJP സ്റ്റേറ്റിലൊക്കെ എന്താ പറയുക, ഹെലികോപ്റ്ററുകളിൽ വർഷകാലമാകുന്നതോടുകൂടി മഴ പെയ്യുന്നതോട് കൂടിയിട്ട് സീഡ്സ്, ചക്കക്കുരു, അതേപോലെ മാങ്ങ, ഇതൊക്കെ മാവിൻ്റെ ഒക്കെ അണ്ടികളൊക്കെ ഇങ്ങനെ ഹെലികോപ്റ്റർ വിതറുന്നു. അപ്പോൾ എന്താ, ലക്ഷക്കണക്കിന് വിതറുമ്പോൾ 1000 എണ്ണം മുളച്ചാൽ അതിലൊരു 100 എണ്ണം മരമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആക്രമണം കുറയും. എന്തേ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ 1-ാം നമ്പർ ഭാഗത്തുള്ള നമുക്ക് എന്തുകൊണ്ട് ബുദ്ധിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നില്ല? ഇവിടെ ഈറയും ഓടയും ഇല്ലയും സമൃദ്ധമായി വളരുന്നുണ്ടെങ്കിൽ ഒരാനയും ഇവിടേക്ക് വരില്ല എന്ന് നമ്മുടെ ഭൂതകാലം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്നെക്കാലൊക്കെ പ്രായമുള്ള ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാടിനെ തിരിച്ചു കൊണ്ടുവരണം, ജലം സംരക്ഷിക്കാനുള്ള, അതിന് ഡാമുണ്ടാക്കണം എന്നല്ല അതിനർത്ഥം. കൃത്യമായിട്ട് നമ്മുടെ വയലേലകൾ കൃഷി ചെയ്യുക. ആ വയലേലകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ കണ്ടവും സ്പോഞ്ച് പോലെയാണ്. നമ്മുടെ വനത്തിൽ വെള്ളമുണ്ടാകും, പുറത്തിറങ്ങില്ല. അവസാനമായി നമ്മുടെ ഈ ചർച്ച അവസാനിക്കുമ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ ഈ ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊന്നുമല്ല. ഇനി വയനാട്ടിലുള്ളവർക്ക് സ്വൈര്യമായി പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം വേണം. അതിന് താങ്കൾ എന്താണ്, താങ്കളുടെ സംഘടന മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താണ്? ഞാൻ LDFൻ്റെ ആളോട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണല്ലോ ഈ ഫാർമേഴ്സ് ഫ്രീ ഫോർത്ത് പിന്നെ വളരെ നിശ്ചലമായിട്ട് വിമർശിച്ചാണ് സംസാരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഞങ്ങൾക്കൊരു MPയോ MLAയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇല്ലുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾക്ക് യാതൊരു മാറ്റമില്ല, ഞങ്ങളതിനെ കണ്ണിക്കാൻ തയ്യാറാണ്. നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വേദി ഉണ്ടാക്കിയോ നമ്മൾ റെഡിയാണ്. ഒന്ന്. രണ്ടാമത്, ഇവിടെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, കേരളം ഭരിക്കുന്നത് LDF ആണ്, വയനാട് ഭരിക്കുന്നത് UDF ആണ്. നിങ്ങൾ മൂന്ന് കൂട്ടരും കൂടെ അവിടെ ഇവിടെ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല. ഇവിടുത്തെ കളക്ടറെ വെടിവെക്കാൻ ഉത്തരവ് കേന്ദ്രമന്ത്രി ഓർഡർ ഇട്ടപ്പോൾ ഇവിടുത്തെ കളക്ടർക്ക് കഴിയാതെ വന്നിട്ട് കാരണം നിങ്ങൾ മനസ്സിലാക്കണം. കളക്ടർ എറണാകുളത്ത് നിന്ന് പേടിച്ചു വന്ന ഒരാളാ. പച്ചവളത്തിൽ വീണ പൂച്ച അനിച്ചവളം കാണുമ്പോൾ ആ കണ്ടീഷനിലാണ് കളക്ടർ ഇരിക്കുന്നത്. എന്തുകൊണ്ട് കളക്ടറെ കൊണ്ട് നിങ്ങൾ ഈ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായല്ലോ, ഈ 4 മരണം ഉണ്ടായല്ലോ, കളക്ടർ സ്പോട്ടിൽ വന്നോ? എന്തുകൊണ്ടാണ്? LDF സർക്കാർ കൃത്യമായിട്ട് പൂട്ടിയിരിക്കുകയാണ് കളക്ടറെ വയനാട്ടിൽ. ഫാർമേഴ്സ് ഫോറം അടിവരയിട്ട് എണ്ണി പറയാൻ വേണ്ടി തയ്യാറാ ഇരിക്കാൻ വേദി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പണിയേ, നിങ്ങളെ കൂച്ചങ്ങ് അയച്ചുകൂടെ? കളക്ടർ ഫ്രീ ആകട്ടെ. നിങ്ങൾ ആളുകളെ ചുറ്റിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വളച്ച് കെട്ടിയിട്ട് ഫാർമേഴ്സ് ഫ്രീ ഫോറം അങ്ങനെ പറയുന്നു, കിഫ ഇങ്ങനെ പറയുന്നു പറഞ്ഞ് നടക്കാതെ ഫാർമേഴ്സ് ഫ്രീ ഫോറം കാര്യങ്ങൾ കറക്റ്റാണ് നിങ്ങൾ പഠിക്കേ. ഇല്ല, നിങ്ങൾ കേസ് കൊടുക്കേ, വെടിവെക്കാൻ ഉത്തരവല്ല പറഞ്ഞത്. പിൻവലിച്ചോ? രണ്ടാമത് നിങ്ങൾ രണ്ടാമത്തെ ടേമാണല്ലോ ഭരിക്കുന്നത് കേരളത്തിൽ. BJP നിൽക്കട്ടെ, രണ്ടാമത്തെ നിങ്ങൾ എല്ലാം പൂർത്തീകരിച്ചപ്പോൾ നിങ്ങൾ പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ പോരാ. 2 പേജിൽ
2 പേജില് നിങ്ങൾ പിണറായി വിജയൻ ഇരിക്കുന്ന അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ പോരാ. നിങ്ങൾ ചെയ്ത സംഗതിയാണ്, നമുക്കത് വേറെ നോക്കാം, അതിനകത്ത് തർക്കമൊന്നുമില്ല. അത് ചെയ്യണം. നിങ്ങൾ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കിടന്ന് നിങ്ങൾ അവിടെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് നിങ്ങൾക്ക് പിണറായി രണ്ടാമത് ഭരിക്കുന്നതാണ് കുഴപ്പമെങ്കിൽ നമുക്ക് അത് അല്ലല്ല, ചർച്ച പിണറായി ചെയ്യാം. അല്ല അങ്ങനെ പറഞ്ഞത്. അസ്വസ്ഥത അല്ല, ഉണ്ടായാൽ ചർച്ച വഴിമാറില്ല. ചെയ്യേണ്ട കാര്യം നമ്മുടെ പിണറായി വിജയൻ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് ചർച്ചയൊന്നും വ്യതിചലിക്കേണ്ട. സിനേഷ്, അവസാനമായി സേവ് പുൽപ്പള്ളിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ചർച്ചകളെല്ലാം കേട്ടു. അപ്പോൾ എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ഐക്യത്തോടു കൂടി മുമ്പോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാവർക്കും മനസ്സിലായി വയനാട്ടിലെ പ്രശ്നങ്ങൾ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും. സേവ് പുൽപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം, കാരണം ഈ ഏറെ പ്രശ്നങ്ങളുണ്ട്, വരൾച്ചയുണ്ട്. വരൾച്ചയ്ക്കൊക്കെ പരിഹാരം ഈ വനത്തിലെ ഈ സ്വാഭാവിക വനങ്ങൾ മുറിച്ചു കളഞ്ഞ് നിർമ്മിച്ചിട്ടുള്ള ഈ വനങ്ങളാണ്. പിന്നെ ഏത് കാര്യം പറയുന്ന സമയത്തും ഓരോ വിഭാഗത്തിൽപ്പെട്ട ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഉള്ള അഭിപ്രായം അതിന് ഫണ്ടില്ല എന്നാണ്. അപ്പോൾ ഞങ്ങൾ സേവ് പുൽപ്പള്ളി ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. വരൾച്ചയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി വയനാട്ടിൽ നിർമ്മിക്കാൻ പോകുന്ന പുൽപ്പള്ളി നിർമ്മിക്കാൻ പോകുന്ന ആയിരക്കണക്കിന് ആളുകളെ കുടിയിറക്കി നിർമ്മിക്കാൻ പോകുന്ന 1000 കണക്കിന് കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കാൻ പോകുന്ന കടമാന്തോട് പദ്ധതി തൽക്കാലം നിർത്തിവെക്കുക. എന്നിട്ട് ഈ നേരത്തെ സേവ് പുൽപ്പള്ളി മുന്നോട്ട് വെച്ച റെയിൽ ഫെൻസിങ്ങും അതിനോട് ചേർന്ന നെറ്റും പ്രതിരോധ സംവിധാനം, ആ പ്രതിരോധ സംവിധാനം പല സ്ഥലത്തും നടത്തി വിജയിച്ചിട്ടുള്ളതാണ്. അതിന് ഏകദേശം 1 കിലോമീറ്റർ സ്ഥലത്ത് ഈ ചെയ്യണമെങ്കിൽ 1 കോടി മുതൽ 2 കോടി രൂപ വരെയാണ് ചെലവ് വരിക. ഈ പദ്ധതി നടപ്പിലാക്കി ഈ കടമാന്തോട് പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുള്ള തുക ഇന്ന് വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് വേണ്ടി ഉപയോഗിക്കണം. ആ പ്രശ്നത്തിന് വേണ്ടി ഉപയോഗിച്ച് വയനാടൻ ജനതയുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുകയും വയനാട്ടിലൊരു ജനസമൂഹം ഇവിടെ ജീവിച്ചിരിക്കണമെന്ന് നമ്മളുടെ നാട്ടിലെ ആളുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണം. അല്ലാതെ നമ്മൾ പരസ്പരം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും വ്യത്യസ്തമായ ആശയങ്ങളായിരിക്കും ഉണ്ടാവുക. ആ ആശയം ഒരിക്കലും നമുക്ക് ഐക്യപ്പെട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പക്ഷേ ഇതുപോലുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ മറ്റു കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. ജനങ്ങൾക്ക് വേണ്ടി ഇവർ ഇറങ്ങി തിരിച്ചാൽ ഇത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നടപ്പിലാക്കാൻ സാധിക്കും. അതിന് ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വന്നാലും അതിനൊപ്പം ഈ സേവ് പുൽപ്പള്ളി ഉണ്ടാകും എന്നുകൂടി നിലപാട് വ്യക്തമാണ്. ശ്രീ അവസാനമായി 8.5 ലക്ഷത്തോളം ജനം അധിവസിക്കുന്ന സുന്ദരമായ ഈ ഭൂമിയിൽ നിന്ന് അധികം താമസിയാതെ ഒരു പറ്റം ജനം എങ്ങോട്ടെങ്കിലും പലായനം ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോഴുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇനിയൊരു 4 മാസം കൂടി വരൾച്ച കിടക്കുകയാണ്. കാട്ടിൽ വെള്ളവും തീറ്റയും ഇല്ല. ഇനി സംഭവിക്കേണ്ടത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നീങ്ങിയിട്ട് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഇതൊക്കെ വീണ്ടും ആവർത്തിക്കപ്പെടും. നമ്മുടെ വയനാടിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ടൂറിസവും കൃഷിയുമാണ്. ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ടൂറിസം പച്ചപിടിക്കില്ല, കൃഷിയും പച്ചപിടിക്കില്ല. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ വയനാട്ടിലെ ജനങ്ങളുള്ളത്. ഒറ്റക്കെട്ടായി നമ്മൾ നിന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ കൂടിയിരുന്ന് ആലോചിക്കും. വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് അവൻ്റെ ജീവനും സ്വത്തിനും എന്താണെങ്കിലും അതിന് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും കിട്ടണം. സമാധാനപരമായിട്ട് ഈ വയനാടൻ മണ്ണിൽ നമുക്ക് ജീവിച്ച് മരിക്കാനുള്ള ഒരു നൂറ്റാണ്ടായില്ല, കുടിയേറ്റമായിട്ട് 70 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് നമ്മുടെ സന്തതി പരമ്പരകൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ നാടായിട്ടും വേർതിരിച്ച് വനപാലകരായിട്ട് ഇപ്പോൾ പല വിധത്തിലും സംഘർഷവും കാര്യങ്ങളും അത് പാടില്ല. അവരും പിന്നെ നമ്മുടെ ഒരു ഭാഗമാണ്. അവരുമായിട്ട് സംഘർഷമൊന്നും പാടില്ല. ശാന്തതയോടെ, സമാധാനത്തോടെ, ഐക്യത്തോടെ ഈ വയനാടൻ ഭൂമി എന്നൊരാവശ്യമാണ് പറയുന്നത്. അവസാനമായി ഞാൻ ഈ ഒരു ചർച്ച നിർത്താൻ ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ കളക്ടറുമായി ബന്ധപ്പെട്ട ആ ഒരു ആരോപണത്തിൽ വളരെ കുറഞ്ഞ വാക്കുകളിൽ മറുപടി, വളരെ കുറഞ്ഞ വാക്കുകളിൽ FRFന്റെ ഭാഗത്ത് തെറ്റായ ധാരണകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കലക്ടറൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂച്ചുവിലങ്ങൊന്നും ഇട്ടിട്ടില്ല. കലക്ടർക്ക് സ്വതന്ത്രമായ അധികാരങ്ങളുണ്ട്. കലക്ടർ സ്ഥലത്തെത്താൻ താമസിച്ചു പോയത് അന്ന് അവർ സംഭവ സ്ഥലത്തില്ലായിട്ടാണ്. ആ വാഗേരി മരണം നടക്കുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ. എന്നാലും ആവശ്യത്തിനുള്ള ഇടപെടൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഈ ആശ്രിത നിയമനവും മറ്റു കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിലേക്ക് ശുപാർശ പോകുന്നത് ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രധാന ഹെഡ് എന്നുള്ള നിലയിൽ കലക്ടറും കൂടി ചേർന്ന കമ്മിറ്റിയാണ്. 1-2 യോഗങ്ങളിൽ ഞാനും അതിനകത്ത് പങ്കെടുത്താണ്. കലക്ടർക്ക് അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്.
ഒരു കലക്ടർ ഒറ്റയ്ക്ക് ഏതാണ്ട് സിനിമാ സ്റ്റൈലിൽ ചെയ്യേണ്ട ഒരു കാര്യങ്ങളല്ലല്ലോ. ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് കലക്ടറും നമ്മളെ 3 MLA-മാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം കൂടെ അടങ്ങുന്ന ഒരു അഡ്മിനിസ്ട്രേഷനാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുക. എൻ്റെ കലക്ടർ അദ്ദേഹം പറയുന്ന കേട്ടതൊന്നും ഏതോ അർജുൻ്റെ സിനിമയ്ക്കകത്ത് തോക്കെടുത്ത് നിൽക്കുന്നമാതിരി കലക്ടർ ഇങ്ങനെ മറ്റേ ഈ ക്യാപ്പൊക്കെ വെച്ച് ക്യാപ്പൊക്കെ വെച്ച് വന്നിട്ട് ചെയ്യേണ്ട അത്തരം ഒരു ബോധത്തിലാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് ഇവരുടെ പരിമിതി. ഈ തേക്കിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തേക്ക് വെട്ടി മാറ്റണമെന്ന് പറഞ്ഞ് 2 തവണ കേന്ദ്രത്തിന് സംസ്ഥാന ഗവൺമെൻറ് നിവേദനം കൊടുത്തു. അനുമതി കിട്ടിയിട്ടില്ല. അതും ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. 2 തവണ പൂർണ്ണമായും തേക്ക് വെട്ടി മാറ്റി നമ്മൾ സ്വാഭാവിക വനം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്നതിന് വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കേന്ദ്ര ഗവൺമെൻറ് അനുമതി തന്നിട്ടില്ല എന്ന് സാന്ദർഭികമായി പറഞ്ഞോട്ടെ. വീണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയുന്നത് വയനാട്ടിൽ യോജിച്ച പോരാട്ടം വേണ്ടതാണ്. എണ്ണത്തിൽ കൂടി സാധനങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. നമ്മുടെ ചെറിയ ജില്ല 23 പഞ്ചായത്തും 3 മുനിസിപ്പാലിറ്റിയും ഉള്ള ഒരു ചെറിയ ജില്ല, സാറ് സൂചിപ്പിച്ചതുപോലെ 8.5 ലക്ഷം ജനസംഖ്യ, 1.5 ലക്ഷം ആദിവാസി സമൂഹം, അതിന് ചുറ്റും 5 ടൈഗർ പ്രൊജക്റ്റാണ്. നാഗർഹോള, ബന്ദിപ്പൂര്, സത്യമംഗലം, ആനമല, മുതുമല 5 ടൈഗർ പ്രോജക്റ്റ് ഈ കൊച്ചു ജില്ലയുടെ ചുറ്റും നേരത്തെ പൗലോ സാർ സൂചിപ്പിച്ചതുമാതിരി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ്. അതിന് ആദ്യത്തെ 1973 പ്രഖ്യാപിച്ച ബന്ദിപ്പൂരാണ് ഏറ്റവും ആദ്യത്തെ ടൈഗർ പ്രോജക്റ്റ്. ഈ കൊച്ചു ജില്ലയ്ക്ക് ചുറ്റും 5 ടൈഗർ പ്രോജക്റ്റ് പ്രഖ്യാപിക്കുകയും അവിടെ കടുവകൾ സംരക്ഷിത മൃഗമായി മാറുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ വനത്തിൻ്റെ ഹരിതഭംഗിയും അതിൻ്റെ ജലലഭ്യതയും ഒക്കെ വെച്ചുകൊണ്ട് അവിടുന്ന് ഇഷ്ടംപോലെ സാധനം ഇങ്ങോട്ട് കടക്കുകയാണ്. ഇതിനെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതിന് പദ്ധതി ഉണ്ടാവണം. അതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നുള്ള നിലയിൽ സൂചിപ്പിക്കാൻ. വളരെ പെട്ടെന്ന് ഒരു നിമിഷം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിലെ തേക്ക് മൊത്തം മുറിച്ചു മാറ്റിയിട്ട് ഈറ്റ വെക്കണം, ഓട വെക്കണം എന്നുള്ള അഭിപ്രായം BJPക്കില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള തേക്കുകൾ ആ പ്ലാന്റേഷൻ അവിടെ നിൽക്കട്ടെ, അതിൽ തന്നെ നമുക്ക് ഈറ്റ വെക്കാം, ഓട വെക്കാം. കാലത്തിനനുസരിച്ച് ആ മരം വലുതാകുമ്പോൾ അത് സർക്കാരിന് പദ്ധതിയുണ്ട്, മുറിക്കുമ്പോൾ മുറിക്കട്ടെ, ആ തരത്തിൽ നടക്കട്ടെ. പക്ഷേ അതിനിടയിൽ കൂടി പുതിയ വൃക്ഷങ്ങൾ, പുതിയ തൈകൾ വെച്ചു പിടിപ്പിക്കാനുള്ള സംവിധാനം ഇതുവരെയായിട്ടും എവിടെയും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാവുക. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ, പെരുവണ്ണാമൂഴി ഡാമിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആർക്കും കാണാം അവിടെ അക്കേഷ്യ മരങ്ങൾ കോടിക്കണക്കിന് എണ്ണം വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. കേവല സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്ത അക്കേഷ്യ മരങ്ങൾ അവിടെ ഒരു ഗുണവും ആ പ്രകൃതിക്ക് ഉണ്ടാക്കാവുന്ന അക്കേഷ്യ മരങ്ങളാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് BJPക്ക് പറയാനുള്ളത്, BJP ജനങ്ങളോടൊപ്പമാണ് നിൽക്കുക. ജനങ്ങൾ BJPയോടൊപ്പം നിന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇന്നലെ നടവയിൽ ആ പോത്തു വാങ്ങിട്ട് അവിടുത്തെ കർഷകർ ഉപയോഗിച്ചു. ഇപ്പം 40ഓളം കേസെടുക്കുമെന്ന് പറഞ്ഞേക്കണേ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇവിടെ വന്യമൃഗങ്ങളുടെ വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടുത്തെ UDF, LDF, BJP എന്തായിരിക്കും നിലപാട്? അത് നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ കർഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. പെട്ടെന്ന് അധികാരമുള്ളവർ അധികാരം പ്രയോഗിക്കുക തന്നെ ചെയ്യണം. മിസ്റ്റർ ജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കലക്ടർക്ക് ഇതിനു മുൻപ് വയനാട് ജില്ലയിൽ നിന്ന് കലക്ടർ ഉത്തരവിട്ടിട്ട് ഒരു ആനയെ വെടിവെച്ച ചരിത്രമുണ്ട്. അപ്പോൾ അധികാരമുള്ളവർ അധികാരം പ്രയോഗിക്കുക തന്നെ ചെയ്യണം. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലോ. അധികാരമുള്ളവൻ അത് പ്രയോഗിക്കുക തന്നെ തീർച്ചയായും. അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യത്തിന് അത് 987 അനുഭവമാണ്. 987 നിയമ സാഹചര്യം അല്ല ഇപ്പോഴുള്ളത്. അത് കഴിഞ്ഞ് ഈ സംരക്ഷണ നിയമങ്ങളും അതിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ രാജ്യത്ത് വല്ലാണ്ട് കൂടി വന്നു. ബഹുമാനപ്പെട്ട മാരാ പാണ്ഡ്യൻ 87 മാനന്തവാടി ഇറങ്ങിയ ഒരു ആനേനെ വെടിവെച്ച് കൊല്ലാനൊരു ഉത്തരവിട്ട് അത് വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഉദ്യോഗസ്ഥന്മാർ പേഴ്സണൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാവണം. അത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ഇത്രയും നേരം അത് തന്നെയാണ്. ഈ CRPC 133 വയനാട് കളക്ടർ നമ്മളൊന്നുമില്ല. 3 വയസ്സുള്ള കുട്ടീനെ നമ്മളെ ബത്തേരിയിൽ നിന്ന് 25 കിലോമീറ്റർ അപ്പുറം അംഗനവാടിയിൽ നിന്ന് പോയി വരുമ്പോൾ പുലി കൊണ്ടുപോയിട്ട് അതിനെ വെടിവെക്കാൻ എന്താ തമിഴ്നാട്ടിൽ കളക്ടർ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല നിങ്ങൾ പറ, തമിഴ്നാട്ടിൽ വെടിവെച്ചു, അല്ല നമ്മുടെ തൊട്ടുപിറകെ ഗുണ്ടിൽപേട്ട 2 ആളുകളെ കടുവ പിടിച്ചു, അതിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഏർപ്പാടാക്കിയോ? ഒരു കുട്ടിയെ പിടിച്ച കടുവേനെ അത് ജനവാസ കേന്ദ്രത്തിൽ ഗുണ്ടിൽപേട്ട ഒന്ന് വെടിവെച്ചിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി ആക്ട് പഠിച്ചിട്ട് ലോക്കൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാമെന്നുള്ള കാര്യം കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ആക്ടിന് വലിയ 920 നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി. പക്ഷേ നമ്മൾക്ക് സമീപിക്കാൻ പറ്റുന്ന ഈ നിയമം മാറ്റി എഴുതുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ച് പോകുന്നതിന് മുമ്പ് നമുക്ക് സമീപിക്കാൻ വയനാട് ജില്ലയിലെ മുഴുവൻ ആളുകളും ചേർന്ന് നമുക്ക് ഒരു കോടതിയെ സമീപിക്കാം. വയനാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള നിയമവ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ നിയമവ്യവസ്ഥ പൊളിച്ചെഴുതുന്നതിന് ഗവൺമെൻറ് കോടതിയുടെ ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് ഇറങ്ങി വന്ന് ഇവിടുത്തെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ആ തരത്തിൽ കേസുമായിട്ട് അല്ലെങ്കിൽ കോടതി നിയമവ്യവഹാരമായിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് സേവ് പുൽപ്പള്ളിക്ക് പറയാനുള്ളത്. ഈ വിഷയം തീർച്ചയായും വയനാട്ടിലെ ജനങ്ങൾക്ക് നിർഭയമായി പുറത്തിറങ്ങണം. അതിനുവേണ്ടി കാടും നാടും വേർതിരിക്കുന്ന പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ടതുണ്ട്.
രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇതിൽ ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.